നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററീസ് ആൻഡ് നൈൽ എക്സ്പെഡീഷൻ സീസൺ 2 ഭാഗം 2. അങ്ങനെ 1861 ജനുവരിയിൽ സാമുവേൽ വൈറ്റ് ബെക്കറും സംഘവും കസല്ല എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അന്ന് ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ പട്ടണം ഉണ്ടായിരുന്നത്. ഇവിടെയും പരിസരങ്ങളിലും ജീവിക്കുന്ന വിവിധ അറബ് ഗോത്രങ്ങൾക്ക് അവരുടേതായിട്ടുള്ള നേതാക്കന്മാർ അക്കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിലും അഹമ്മദ് അബൂസിൻ എന്നൊരു പൊതു നേതാവ് ഇവർക്കുണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ അധികാരികൾക്ക് നേരിടേണ്ടി വന്ന പ്രധാന എതിരാളിയും ഏതാണ്ട് 80 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഈ അബൂസിൻ തന്നെയായിരുന്നു. അങ്ങനെ ജനുവരി 14 ആയതോടെ ബേക്കറും സംഘവും ഈ പറഞ്ഞ കസല്ലയിൽ നിന്നും അവിടെ കുറച്ച് നാൾ താമസ ശേഷം അവിടെ നിന്ന് വീണ്ടും യാത്ര തുടരുവാൻ വേണ്ടി തീരുമാനമെടുത്തു. ഇവിടെ വെച്ചിട്ടാണ് ബഹൈത്ത് എന്നും ഗാമ എന്നും പേരുള്ള ഏതാണ്ട് 20 വയസ്സിന് താഴെ പ്രായമുള്ള 2 അറബ് യുവാക്കൾ ബേക്കറിൻ്റെ സംഘത്തോട് ചേരുന്നത്. എന്നാൽ നമ്മുടെ ഡ്രാഗോമാനായിട്ടുള്ള നമ്മുടെ ഈ പരിഭാഷകനായിട്ടുള്ള മുഹമ്മദിന് ഇവരുടെ വരവ് അത്രയ്ക്കൊന്നും പിടിച്ചില്ല. 2 യുവാക്കളും ഇദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കത്തില്ല എന്ന് ആദ്യമേ തന്നെ മുഹമ്മദിന് പിടികിട്ടി. ഗാമ പാവമായിരുന്നുവെങ്കിലും ബഹൈത്ത് ചൂടായാൽ തല്ലു കൊടുക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഈ മുഹമ്മദിന് ഈ പറഞ്ഞ 2 പുതിയ ആളുകളെ ഇഷ്ടപ്പെടാതിരുന്നത്. തന്നെ ബഹുമാനിക്കുന്നവർ സംഘത്തിൽ കുറവായിരുന്നുകൊണ്ടാവണം മുഹമ്മദ് ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ അയാൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ അകന്ന ബന്ധമുള്ള ആളുകളെ തിരഞ്ഞു പിടിച്ചിട്ട് ഈ ഒരു സംഘത്തിലേക്ക് ചേർക്കുന്ന പതിവ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ആളുകളോട് കൂടുതൽ സംസാരിച്ചിട്ട് അവർക്ക് തൻ്റെ കുടുംബവുമായിട്ട് അകന്ന ബന്ധമെങ്കിലും ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കുക, ഇതായിരുന്നു മുഹമ്മദിൻ്റെ ഒരു സ്വഭാവം. എന്നാൽ ബേക്കർ ഇതിനെതിരെ മുഹമ്മദിനെ പലതവണ ഉപദേശിച്ച് നോക്കിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. കാരണം ഇങ്ങനെ ബന്ധം പറഞ്ഞ് കൂടെ കൂടുന്നവരെല്ലാം തന്നെ തരം കിട്ടുമ്പോൾ ഈ മുഹമ്മദിൻ്റെയും എന്തിന് ബേക്കറിൻ്റെ പോലും സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് സ്ഥിരം പതിവായിരുന്നു. മുഹമ്മദ് ഇത്തരത്തിൽ കസലയിൽ വെച്ചിട്ട് പരിചയപ്പെട്ട ബന്ധുക്കളിൽ ഒരാൾ അയാളുടെ പണം മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞു. മറ്റൊരാൾ മുഹമ്മദിൻ്റെ സിഗാർ പൈപ്പാണ് എടുത്തുകൊണ്ട് പോയത്. എന്നാൽ മൂന്നാമത്തെ ആൾ സംഘത്തിൻ്റെ കൂടെ ചേരുവാൻ തന്നെയാണ് തീരുമാനമെടുത്തത്. തനിക്ക് ശമ്പളമൊന്നും വേണ്ട എന്ന് പറഞ്ഞതോടെ അയാളെക്കുറിച്ച് ബേക്കർ മുഹമ്മദിന് മുന്നറിയിപ്പ് നൽകി, ഇവൻ കള്ളനാണ്, എന്നാൽ അവൻ തന്നെ സ്വന്തം സഹോദരനെ പോലെയാണ് എന്നും താൻ അവനെ നോക്കിക്കൊള്ളാമെന്ന് നോക്കിയാണ് നമ്മുടെ ഈ മുഹമ്മദ് ബേക്കറിന് ഉറപ്പ് കൊടുത്തത്. ഇതിനിടെ ഒരു സുഡാനീസ് പട്ടാളക്കാരൻ കൂടിയിട്ട് ഇവരുടെ കൂടുതൽ ചേർന്നു, അൽ ബക്ര. മരുഭൂമിയിലെ പശു എന്ന് അറബികൾ വിളിക്കുന്ന ഓറിക്സ് ആൻറ്റിലോപ്പുകളുണ്ട്. അവയെ വേട്ടയാടുവാനായിട്ട് ഇദ്ദേഹം സമർത്ഥനാണ്. അതുകൊണ്ടാണ് അയാൾക്ക് ഈ അൽ ബക്ര എന്ന് പറഞ്ഞ പേര് ഇവർ കൊടുത്തത്. അങ്ങനെ നീണ്ട 10 മണിക്കൂറുകൾ യാത്ര ചെയ്ത ശേഷം ബേക്കറിൻ്റെ എക്സ്പെഡീഷൻ സംഘം വീണ്ടും ബ്ലാക്ക് നൈൽ എന്നുകൂടി പേരുള്ള നമ്മുടെ പഴയ അദ്ബറ നദിയുടെ തീരങ്ങളിൽ എത്തിച്ചേർന്നു. ഓർക്കുക, ഇവർ അദ്ബറ നദിയുടെ തീരങ്ങളിലാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഏറ്റവും ആദ്യം നൈലിൻ്റെ തീരങ്ങളിലാണ്. പിന്നെ അവിടെ നിന്ന് നൈലിൻ്റെ ഏറ്റവും അവസാനത്തെ പോഷക നദിയായിട്ടുള്ള അദ്ബറയുടെ തീരങ്ങളിലേക്ക് ഇവർ വന്നു. അതിനുശേഷമാണ് ഇവർ കസല്ല എന്നറിയപ്പെടുന്ന ഈ ഒരു നഗരത്തിൽ എത്തിച്ചേർന്നത്. അവിടെ നിന്ന് കുറച്ച് നാൾ താമസിച്ച ശേഷം ഇദ്ദേഹം വീണ്ടും ഈ പറയുന്ന നൈലിൻ്റെ അവസാനത്തെ വടക്കോട്ട് പോകും തോറും വരുന്ന അവസാനത്തെ പോഷക നദിയായിട്ടുള്ള അദ്ബറയുടെ തീരങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഈ അദ്ബറ നദിയുടെ തീരങ്ങളിലൂടെ ഇവർ കടന്നു വരുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത്. വീണ്ടും ഇതേ സ്ഥലത്ത് തന്നെ ഈ ഒരു സംഘം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇദ്ദേഹം ഇപ്പോൾ ഈ നൈലിൻ്റെ പ്രധാന ആ ഒരു പാതയിൽ നിന്ന് വേറിട്ടിട്ട് ഈ പോഷക നദിയായിട്ടുള്ള അദ്ബറയുടെ തീരങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അറബിക്ക് കൂടുതൽ പഠിക്കുവാനും ഇവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് കൂടുതൽ സംസാരിച്ചിട്ട് ഇദ്ദേഹത്തിന് കൂടുതൽ അറിവുകൾ ഉണ്ടാക്കിയെടുക്കുവാനൊക്കെ വേണ്ടിയിട്ടാണ്. 1 വർഷം ഇങ്ങനെ കറങ്ങിത്തിരിയാം എന്നുള്ള ധാരണയിൽ നമ്മുടെ സാമുവേൽ വൈറ്റ് ബക്കറും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഫ്ലോറൻസും ഒക്കെ ഒരു സംഘമായിട്ട് ഇവിടെ ഇപ്പോഴും ഈ ഒരു ഭാഗത്ത് കിടന്ന് ചുറ്റി തിരിയുന്നത്. അങ്ങനെ ഈ കസല്ലയിൽ നിന്ന് വീണ്ടും നീണ്ട 10 മണിക്കൂറുകൾ യാത്ര ചെയ്ത ശേഷമാണ് ബേക്കറിൻ്റെ എക്സ്പെഡീഷൻ സംഘം വീണ്ടും ബ്ലാക്ക് നൈൽ എന്നുകൂടി പേരുള്ള അദ്ബറയുടെ തീരങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ആഴം കുറവുള്ള ഭാഗത്തുകൂടി നദി മുറിച്ച് കടന്ന് അവർ മറുകരയിൽ എത്തിച്ചേർന്നു. ഇവിടെ വെച്ചിട്ടാണ് കൂടുതൽ നല്ല ഒട്ടകങ്ങളെ അവർ വാങ്ങിയത്. കൂട്ടത്തിൽ ഏറ്റവും സുഖകരമായിട്ടിരിക്കാവുന്ന ഒട്ടകത്തെ തന്നെ അൽ ബക്ര നമ്മുടെ ഈ ഫ്ലോറൻസിനായിട്ട് തിരഞ്ഞെടുത്തു. നടക്കുമ്പോൾ ആട്ടം കുറവുള്ള കുടുക്കം തീരെയില്ലാത്ത ഇത്തരം ഒട്ടകങ്ങൾ ഈ ടൈപ്പ് ഒട്ടകങ്ങൾക്ക് ആഫ്രിക്കയിൽ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും. ഇതിനിടയിൽ നമ്മുടെ ഈ ശമ്പളം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുഹമ്മദിൻ്റെ ഒരു ബന്ധു കൂടെ കൂടിയിട്ടുണ്ടായിരുന്നല്ലോ. ഈ അദ്ബറ നദി ഈ കുറുകെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഈ മുഹമ്മദിൻ്റെ ബന്ധു അയാളുടെ വസ്ത്രങ്ങളടക്കം പലതും മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളയുകയും ചെയ്തു. അതോടുകൂടിയിട്ട് മേലിൽ ബന്ധുക്കളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അവന്മാരെ ഇനി ഒരെണ്ണത്തെ പോലും കൂടെ കൂട്ടരുത് എന്ന് ബേക്കർ മുഹമ്മദിന് അവസാനത്തെ വാണിംഗ് കൊടുക്കുകയും ചെയ്തു. ഈ സമയത്താണ് ആ ഭാഗങ്ങളിലെ സുഡാനീസ് അറബികളുടെ നേതാവായിട്ടുള്ള നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ഷെയ്ഖ് അഹമ്മദ് അബൂസിൻ സാമുവേൽ വൈറ്റ് ബക്കറെ കാണുവാൻ വേണ്ടിയിട്ട് നേരിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ടെൻറ്റിലേക്ക് വന്നത്. അനേകം അനുചരന്മാരുടെ അകമ്പടിയോടെ തൂവള്ള നിറമുള്ള ഒട്ടകത്തിൻ്റെ പുറത്തേറിയിട്ടാണ്
അദ്ദേഹം ഇവിടെ എത്തിയത്. സാധാരണ നമ്മുടെ ആൽബിനോ ഒട്ടകങ്ങൾ വെളുത്താണ് ഇരിക്കുന്നത് നമുക്കറിയാം. അതുകൂടാതെ ബലൂചിസ്ഥാനിലെ സുലൈമാൻ മലകളിലുള്ള കോഹി എന്നറിയപ്പെടുന്ന ആ ഒരു ഇനത്തിൽപ്പെടുന്ന ഒട്ടകങ്ങളൊക്കെ വെളുത്തൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ പല വെളുത്ത ഒട്ടകങ്ങൾ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു നല്ല ഒട്ടകത്തെ, തൂവള്ള മഞ്ഞിൻ്റെ നിറമുള്ള ഒട്ടകം എന്നൊക്കെയാണ് ബേക്കർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത്രയും വെളുത്ത നല്ല കാണാൻ ഭംഗിയുള്ള വില കൂടിയ ഒരു ഒട്ടകമായിരിക്കണം. അതിൻ്റെ പുറത്താണ് നമ്മുടെ അബൂസിന് ഇങ്ങോട്ടേക്ക് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ സാമുവൽ വൈറ്റ് ബേക്കറിൻ്റെ ഈ ഒരു കൂടാരത്തിലേക്ക് ഇദ്ദേഹത്തെ നേരിട്ട് കാണുവാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. 80 വയസ്സ്, 6 അടി 3 ഇഞ്ച് ഉയരം, കൂടാതെ ഈ പ്രായത്തിലും കൂനാതെ നിവർന്നുള്ള നടപ്പ്. ഇതായിരുന്നു ബേക്കർ കണ്ട അബൂസിൻ എന്നറിയപ്പെടുന്ന ആ ഒരു അറബ് നേതാവിൻ്റെ ലുക്ക്. വന്നപാടെ ബേക്കറിൻ്റെ സംഘത്തിലെ ഒട്ടകങ്ങളെ ഈ അബൂസിനെ തീരെ പിടിച്ചില്ല. ഇതൊന്നും കഴിവ് കെട്ട ഒട്ടകങ്ങളാണ്, ഫ്ലോറൻസിനെ പോലുള്ള ഒരു വനിതയ്ക്ക് കയറിയിരിക്കാൻ പറ്റുന്ന ഒട്ടകങ്ങളല്ല, ഭയങ്കര കുടുക്കമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, അപ്പോൾ തന്നെ അവയെ മാറ്റിയിട്ട് അദ്ദേഹത്തിന് സംഘത്തിലുള്ള നല്ല ഒട്ടകങ്ങളെ അവർക്ക് കൊടുത്തു. കൂടാതെ അവരെ തൻ്റെ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും ഒക്കെ ആയിട്ട് 100 കണക്കിന് യോദ്ധാക്കളാണ് ഈ അബൂസിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ബേക്കറും സംഘവും അദ്ദേഹത്തിൻ്റെ ക്യാമ്പിൽ ചെന്നപ്പോൾ ഇതേ രീതിയിലുള്ള യോദ്ധാക്കൾ ഇരുവശവും നിന്നുകൊണ്ട് അവരെ വരവേറ്റു. ഫ്ലോറൻസിനെ കാണുവാനായിട്ട് 100 കണക്കിന് അറബ് വനിതകളാണ് അങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്തേറി വന്ന യൂറോപ്യൻ വനിത അവർക്ക് തികച്ചും ഒരു അത്ഭുതം തന്നെയായിരുന്നു. നമ്മുടെ ഈ സംഘത്തിലെ പരിഭാഷകൻ മുഹമ്മദ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഈ അബൂസിനോട് ഒട്ടേറെ കാര്യങ്ങൾ ഈ സാമുവൽ വൈറ്റ് ബേക്കർ പങ്കുവെച്ചു. പുറത്തുനിന്നും അധികം ആരും വന്നെത്താത്ത ഈ ഒരു ഇരുണ്ട കോണിൽ വല്ലപ്പോഴും വരുന്ന ബേക്കറെ പോലെയുള്ള ആളുകൾ തങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹമാണ് എന്നാണ് ഈ അബൂസിൻ ഇവരോട് പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം അബൂസിൻ്റെ ആ കൂടാരത്തിൽ കഴിഞ്ഞ ശേഷം, ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞ ശേഷം ബേക്കറും സംഘവും 125 കിലോമീറ്റർ ദൂരെയുള്ള അദ്ബറ നദിയുടെ തീരത്തുള്ള സോഫി എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ജൂലൈ 25 അത്. അവിടെ വെച്ചാണ് ഫ്ലോറിയൻ എന്നു പേരുള്ള ഒരു ജർമ്മൻകാരൻ ഈ ബേക്കറിൻ്റെ സംഘത്തിലേക്ക് വന്നു ചേരുന്നത്. ഈ ഫ്ലോറിയൻ കുറച്ച് ദിവസങ്ങൾ, കുറച്ച് മാസങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഈ ഒരു പേര് ഓർത്തിരിക്കുക, ജർമ്മൻകാരനായിട്ടുള്ള ഫ്ലോറിയൻ. ഒരു ഓസ്ട്രിയൻ മിഷന്റെ ഭാഗമായിട്ട് സുഡാനിലെ ഖാർത്തൂമിലെത്തിയതാണ് ഈ ഫ്ലോറിയൻ. എന്നാൽ അവിടെ വെച്ചിട്ട് ഒരു വേട്ടക്കാരനായിട്ട് മാറണം എന്നുള്ള മോഹം ഉടലെടുക്കുകയും യോഹാൻ ഷ്മിത്ത് എന്നു പേരുള്ള ഒരു കൂട്ടുകാരനൊക്കെയായിട്ട് സുഡാൻ, എത്യോപ്യ ഭാഗങ്ങളിൽ ഇദ്ദേഹം ആ ഒരു മിഷനിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് മാറിയിട്ട് സ്വന്തമായിട്ട് വേട്ടയൊക്കെ നടത്തി ജീവിച്ചു വരികയും ചെയ്യുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് ഈ ഫ്ലോറിയൻ നമ്മുടെ ഈ സോഫിയിൽ വെച്ചിട്ട് ബേക്കറിനെയും സംഘത്തെയും കാണുകയും ഇവരുടെ കൂട്ടത്തിൽ ചേരുവാനായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തത്. ഇനി വരുന്ന 3 മാസങ്ങളിലെ തണുപ്പ് കാലം ഈ സോഫിയിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബേക്കർ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിനായിട്ട് സോഫിയിൽ ഒരു ചെറിയ വീട് ഇദ്ദേഹം വിലക്കങ്ങ് വാങ്ങി. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് 1-2 വീടുകൾ കൂടിയിട്ട് ഇദ്ദേഹം വാങ്ങുകയും ചെയ്തു. വീട്ടിൽ നിന്ന് നോക്കിയാൽ അദ്ബറ നദിയും, നമ്മൾ മുമ്പ് പറഞ്ഞ അദ്ബറ നദിയും അതിൻ്റെ താഴ്വരയും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും തനിക്കിവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നൽ ഈ ബേക്കറിൻ്റെ ഉള്ളിൽ കൂടിക്കൂടി വന്നതോടെ കൂടുതൽ വിജനമായിട്ടുള്ള എന്നാൽ വേട്ട തരപ്പെടുന്ന വിദൂര ഗ്രാമങ്ങളിലേക്ക് മാറി താമസിക്കുവാൻ തന്നെ സാമുവൽ വൈറ്റ് ബേക്കർ തീരുമാനമെടുത്തു. അങ്ങനെ ഒക്ടോബർ അവസാനത്തോട് കൂടിയിട്ട് അദ്ബറ നദിയുടെ തീരത്ത് തന്നെയുള്ള വാത്ത് എൽ നെഗൂർ എന്നൊരു കാട്ടുഗ്രാമത്തിലേക്ക് അവർ സ്ഥലം മാറി. ഈ ഒരു പേര് ഓർത്തിരിക്കുക. നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ മുഴുവൻ സംഭവങ്ങളും നടക്കുന്നത് ഈ വാത്ത് എൽ നെഗൂർ എന്നറിയപ്പെടുന്ന ഈ ഒരു ഗ്രാമത്തിനും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. അതുകൊണ്ട് ഈ പേര് ഓർത്തിരിക്കുക, വാത്ത് എൽ നെഗൂർ. എള്ളും പരുത്തിയും സ്വർഗം എന്ന് അറിയപ്പെടുന്ന അരിച്ചോളവും ഒക്കെ ധാരാളം കൃഷി ചെയ്തു വരുന്ന സ്ഥലങ്ങളായിരുന്നു ഈ വാത്ത് എൽ നെഗൂറും അതിൻ്റെ പരിസരങ്ങളിലൊക്കെയുള്ള ആ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് തോക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ അറബ് വംശജരാണ്, സാധാരണ ആളുകളാണ്. കൂടാതെ ആനകൾ രാത്രി കാലങ്ങളിലാണ് കൂടുതലും ആക്രമിച്ചിരുന്നത്. അതിനാൽ അവയെ തുരത്തുവാൻ വേണ്ടിയിട്ട് രാത്രി ഏറുമാടങ്ങളൊക്കെ കെട്ടിയിട്ട് കാവൽ നിന്ന് ഒച്ചയും ബഹളവും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് അവർ ഈ ആനകളെ പ്രാകൃതമായ രീതിയിൽ ഓടിച്ചു വിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ തോക്കുകളൊക്കെ ആയിട്ട് നമ്മുടെ ഈ സാമുവൽ വൈറ്റ് ബേക്കറിൻ്റെ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായതോടെ ഈ ആനകളെ തുരത്തിത്തരണം എന്നുള്ള ആവശ്യമൊക്കെ ആയിട്ട് ഈ നാട്ടുകാരായിട്ടുള്ള അറബികൾ സാമുവൽ വൈറ്റ് ബേക്കറിൻ്റെ ടെൻറ്റിൽ വന്നെത്തി അദ്ദേഹത്തോട് അപേക്ഷ സമർപ്പിച്ചു. യാത്ര തുടങ്ങിയ ശേഷം നല്ലൊരു വേട്ട ഇതുവരെയും തരപ്പെട്ട് കിട്ടാതെ വിഷമിച്ചിരുന്ന ബേക്കർ ഈ അപേക്ഷ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം രാത്രി 9 മണിയോട് കൂടിയിട്ട് ബേക്കർ മറ്റ് 3 പേരും ഒക്കെ ആയിട്ട് ഒരു ചോള വയലിലേക്ക് പ്രവേശിച്ചു. ആ ഒരു സമയത്ത് ആനക്കൂട്ടമൊക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വേട്ടയാടാം എന്നുള്ളൊരു ധാരണയിലാണ് ഇദ്ദേഹം ഒരു സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന ഒരു ചോള വയലിലേക്ക് ഇദ്ദേഹം പോയത്. കൂട്ടത്തിൽ 3 പേരുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ കൈകളിൽ സ്പെയർ തോക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഡബിൾ ബാരൽ ഗണ്ണാണുള്ളത്. അതിൻ്റെ ലെഫ്റ്റ് ബാരലിൽ നിന്ന് ഒരു വെടി കൊടുക്കാം, ഉടൻ തന്നെ റൈറ്റ് ബാരലിൽ നിന്നും കൊടുക്കാൻ പറ്റും.
ഇത് രണ്ടും പെട്ടെന്ന് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ മൂന്നാമത് ഒരു വെടി വെക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൂടുതലുള്ള ഗണ്ണ് വഹിക്കുന്ന ആൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ 3-4 വേറെ തോക്കുകളൊക്കെ ഉണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ കൈമാറണം. അതെല്ലാം നിറച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ തോക്കുമായിട്ട് ഉള്ള ആൾ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവണം. അതാണ് കണ്ടീഷൻ. ഇവർ ഈ പ്ലാന്റേഷനിലേക്ക് ചോള വയലിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന അറബ് കാവൽക്കാർ തോട്ടത്തിൽ ഇപ്പോൾ തന്നെ ഒരു കൂട്ടം ആനകൾ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ബേക്കറിനെ അറിയിച്ചു. ഇതിനുശേഷം ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ ഇവർ ഈ ചോള വയലിനകത്തൂടെ ശബ്ദം ഉണ്ടാക്കാതെ സാവധാനം നടന്നു. ഈ ആനകൾ എവിടെയാണ് എന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ 3/4 മണിക്കൂർ നടന്നതിന് ശേഷമാണ് ആനകൾ ഈ ചോളത്തണ്ടുകൾ ചവിട്ടി ഓടിക്കുന്ന ശബ്ദം അവർക്ക് കേൾക്കാൻ സാധിച്ചത്. കാറ്റിൻ്റെ ദിശ നോക്കിയ ശേഷം ബേക്കറും സംഘവും സാവധാനം ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നീങ്ങി. 5 മിനിറ്റുകൾക്ക് ശേഷം മങ്ങിയ നിറത്തിലുള്ള ചില കൂറ്റൻ നിഴലുകൾ അവർക്ക് കാണുവാൻ സാധിച്ചു. നല്ല നിലാവെളിച്ചത്തിൽ ആനകളുടെ ഇരുണ്ട രൂപങ്ങൾ അവ്യക്തമായിട്ട് അവർക്ക് കാണാമായിരുന്നു. ഏതാണ്ട് 9 ആനകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു 50 മീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ ചോളവും ചവിട്ടി മെതിച്ച് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ആക്കി തീർത്ത ശേഷം അവിടെ നിന്നും അടുത്ത വയലിലേക്ക് നീങ്ങുകയാണ് ഈ ആനകൾ. ബേക്കറും സംഘവും അവയുടെ പുറകെ സാവധാനം ഒച്ചയുണ്ടാക്കാതെ ശബ്ദം ഉണ്ടാക്കാതെ നീങ്ങുവാൻ തുടങ്ങി. എന്നാൽ ഈ ആനക്കൂട്ടത്തിലെ ഒരാന ഏതാണ്ട് 30 മീറ്ററുകൾ പുറകിലായിട്ടാണ് നടന്നിരുന്നത്. അതായത് ഒരാന മാത്രം പുറകിലാണ്, ബാക്കി ഗ്രൂപ്പിലെ ആനകളെല്ലാം ഒരു 30 മീറ്റർ ഫ്രണ്ടിലായിട്ട് ഒരു ഗ്രൂപ്പായിട്ടാണ് നടക്കുന്നത്. ഇത് സത്യത്തിൽ നമ്മുടെ ഈ ബേക്കറിനും സംഘത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കി. ആനക്കൂട്ടത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ പുറകെ നടക്കുന്ന ആ ആന തടസ്സമായി തീർന്നു. അതായത് നമ്മൾ സാധാരണ വേട്ടക്കഥകളിൽ കേൾക്കുന്നത് പോലെ ഇതിലേതെങ്കിലും ഒരു ആനയെ വെടിവെക്കാൻ വേണ്ടിയിട്ടല്ല ഈ സാമുവൽ വൈറ്റ് ബേക്കർ ശ്രമിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തോക്കുകൾ ഡബിൾ ബാരലാണ്, കൂടാതെ സ്പെയർ ഗണ്ണുകളുണ്ട്. അതുകൊണ്ട് 3-4 ആനകളെ ഒറ്റയടിക്ക് വെടിവെച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ്, ഒരൊറ്റ ശ്രമത്തിൽ തന്നെ തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ബേക്കർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ആനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് കയറി ചെന്നിട്ട് വെടിവെക്കാൻ ഇദ്ദേഹം ശ്രമിക്കുന്നത്. ഇതിന് തടസ്സമാണ് ഈ ആനക്കൂട്ടത്തിൻ്റെ പുറകിൽ നടക്കുന്ന ഈ ഒരു ഒറ്റയായിട്ട് നടക്കുന്ന ആന. കാരണം ആനക്കൂട്ടം, ആ ഒറ്റയായിട്ട് നടക്കുന്ന ആന, പിന്നെയും അതിൻ്റെയും പുറകിലാണ് ബേക്കറും സംഘവും ഉള്ളത്. അപ്പോൾ പുറകിൽ നടക്കുന്ന ആനയെ ഒഴിവാക്കാതെ ഇവർക്ക് ഈ ആനക്കൂട്ടത്തിലേക്ക് കയറാനായിട്ട് സാധ്യമല്ല. സാമുവൽ വൈറ്റ് ബേക്കറിൻ്റെ സംഘത്തിലേക്ക് പുതുതായിട്ട് എത്തിയ 2 അറബ് ചെറുപ്പക്കാരില്ലേ, അതിലൊരാൾ ഇച്ചിരി ഉടക്കൊക്കെയുള്ള ബഹൈത്ത് സ്പെയർ തോക്കുകളൊക്കെ ആയിട്ട് ബേക്കറിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ അടുത്ത വേട്ട നടക്കുമ്പോഴേക്കും ഈ ബാക്കിയുള്ള തോക്കുകളൊക്കെ താൻ തന്നെ പിടിച്ചുകൊള്ളാം, എന്ത് പ്രശ്നം വന്നാലും ഞാൻ ബേക്കർ സാഹിബിൻ്റെ കൂടെ തന്നെ നിന്നോളാം എന്നൊക്കെ ഉറപ്പ് കൊടുത്ത ശേഷമാണ് ആവേശത്തോടെ തൻ്റെ ആദ്യത്തെ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് ഈ ബഹേത്ത് സ്പെയർ തോക്കുകളൊക്കെ ആയിട്ട് ഈ സംഘത്തിൽ ഇപ്പോഴും ഉള്ളത്. എന്താണെങ്കിലും ഈ ഒരു തുടക്ക സമയത്ത് ബഹേത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ചോളക്കാടുകൾക്കിടയിലൂടെ മുന്നോട്ട് നീങ്ങിയ ബേക്കറിന് ഒരു കാര്യം മനസ്സിലായി. ഒറ്റയ്ക്ക് ഏറ്റവും പുറകിലായിട്ട് നീങ്ങുന്ന ആനയെ ആദ്യമേ തന്നെ വകവരുത്തണം, അല്ലാതെ കൂട്ടത്തെ ആക്രമിക്കാനായിട്ട് സാധ്യമല്ല. മുമ്പ് സിലോണിൽ, അതായത് ഇന്നത്തെ ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന ബേക്കർ, അവിടെ ഒരു ചെറിയ പട്ടണം തന്നെയും ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യമൊക്കെ പിന്നെ പറയാം. അങ്ങനെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ് സാമുവൽ വൈറ്റ് ബേക്കർ. അദ്ദേഹം അവിടെ വെച്ചിട്ട് ഈ ശ്രീലങ്കൻ ആനകളെയൊക്കെ വെടിവെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഒരു ആഫ്രിക്കൻ ആനയെ ഇതുവരെയും നേരിട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സിലോണിൽ അദ്ദേഹം നേരത്തെ തന്നെ പരീക്ഷിച്ച് വിജയിച്ച അതേ തന്ത്രം തന്നെ ഇവിടെയും പയറ്റുവാനായിട്ടാണ് ബേക്കർ ശ്രമിക്കുന്നത്. അതായത് ആനയോട് കഴിവതും കൂടുതൽ അടുത്ത ശേഷം മാത്രം വെടിവെക്കുക. ഇങ്ങനെ ഇവർ ഈ ഒരു ആനക്കൂട്ടത്തിൻ്റെ പുറകെ ഇങ്ങനെ അനങ്ങാതെ ശബ്ദമുണ്ടാക്കാതെ സഞ്ചരിച്ചിട്ട് ഏറ്റവും പുറകെ നീങ്ങിയിരുന്ന ആനയുടെ ഏതാണ്ട് 12 മീറ്റർ അരികെ വരെയും ഈ ബേക്കർ എത്തിച്ചേർന്നു. വളരെയധികം ഇടതിങ്ങിയാണ് ഈ ചോള വയലുകളിൽ ഈ ചോളം നിൽക്കുന്നത്. അങ്ങനെ ഇടതിങ്ങി നിന്നിരുന്ന ചോളം കാരണം തൊട്ടു പുറകിലെത്തിയ ഈ സാമുവൽ വൈറ്റ് ബേക്കറെ ആന ശ്രദ്ധിച്ചതേയില്ല, ആന കണ്ടതേയില്ല. വീണ്ടും മുന്നോട്ട് നീങ്ങിയ ബേക്കറിന് ഇപ്പോൾ തൻ്റെ തോക്കുകൊണ്ട് ആനയുടെ വാലിൽ തൊടാൻ സാധിക്കുന്ന അത്ര അരികിൽ എത്തിച്ചേർന്നു. എന്നാൽ നിർഭാഗ്യവശാൽ കാറ്റിൻ്റെ ദിശ പെട്ടെന്ന് മാറുകയും ബേക്കർ ഈ ചോളക്കമ്പുകൾ ഒടിക്കുന്ന ശബ്ദം ആന കേൾക്കുകയും ചെയ്തു. പൊടുന്നനെ അത് ബേക്കറിൻ്റെ ആ ഒരു വശത്തേക്ക് അങ്ങ് തിരിഞ്ഞു. അദ്ദേഹത്തിന് പിന്നെ ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അടുത്ത നിമിഷം ബേക്കർ ഒരു ടെമ്പിൾ ഷോട്ട് ഉതിർത്തു. ആനയുടെ കണ്ണുകൾക്ക് പുറകിൽ തൊട്ടു മുകൾ ഭാഗത്ത് തലയോട്ട് നോക്കിയിട്ട് വെടിവെക്കുന്ന ആ ഒരു ഷോട്ടിനെയാണ് ടെമ്പിൾ ഷോട്ട് എന്ന് വിളിക്കുന്നത്. വെടി കൃത്യം കൊള്ളുകയും ആന അടുത്ത നിമിഷം നിലം പതിക്കുകയും ചെയ്തു. ഓർക്കുക, ഈ സാമുവൽ വൈറ്റ് ബേക്കർ ആദ്യം കിട്ടുന്ന ആ ഒരു അവസരം തന്നെ ഉപയോഗിച്ചിട്ട് വെടിവെച്ചത്. അദ്ദേഹം അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വേട്ടക്കാരനാണ്. സിലോണിലും ഇന്ത്യയിലും ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും പോയിട്ട് വേട്ട നടത്തിയിട്ടുള്ള ആളാണ് ഈ സാമുവൽ വൈറ്റ് ബേക്കർ. വലിയ മൃഗങ്ങളെ തന്നെയാണ് ഇദ്ദേഹം വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കേസിൽ ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ടാണ് ആന തിരിയുന്ന ആ സമയം തന്നെ ഇദ്ദേഹത്തിന് കറക്റ്റ് പോയിന്റ് നോക്കിയിട്ട് ആ ഒരു ടെമ്പിൾ ഷോട്ട് കൊടുക്കാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചത്. എന്താണെങ്കിലും വെടി കൃത്യം കൊള്ളുകയും ആന അടുത്ത നിമിഷം നിലം പതിക്കുകയും ചെയ്തു. അതോടുകൂടിയിട്ട് മുന്നിലുണ്ടായിരുന്ന ആനകളെ അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചു. ഈ ആനയായിരുന്നല്ലോ ഫ്രണ്ടിലുണ്ടായിരുന്നത്, അതിൻ്റെയും ഫ്രണ്ടിലായിരുന്നല്ലോ ആന കൂട്ടം ഉണ്ടായിരുന്നത്. ഈ ആന വീണതോടെ
ഈ ആനയ്ക്ക് ഫ്രണ്ടിലുണ്ടായിരുന്ന കുറച്ച് മീറ്ററുകൾ മാറി സഞ്ചരിച്ചുകൊണ്ടിരുന്ന മറ്റാനകളെ ഇദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. വീണ് കിടന്നിരുന്ന ആനയുടെ മുകളിലൂടെ ചാടി അപ്പുറം കിടന്ന ബേക്കർ തന്റെ ഇരട്ടക്കുഴൽ തോക്കിന്റെ ഇടത്തെ ബാരൽ ഉപയോഗിച്ചിട്ട് അടുത്ത വെടി ഉതിർത്തു. ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഡബിൾ ബാരൽ ഗണ്ണിന്റെ വലത്തെ ബാരൽ ഉണ്ടായിരുന്ന വെടിയാണ് ഇപ്പോൾ ഈ ഒറ്റ തിരിഞ്ഞ് നടന്നിരുന്ന ആനയ്ക്ക് കൊടുത്തത്. ഇതിനുശേഷം ആ ആനയുടെ മുകളിലൂടെ എടുത്ത് ചാടിയ ശേഷമാണ് ലെഫ്റ്റ് ബാരലിലെ വെടി ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിച്ചിട്ട് ഇദ്ദേഹം രണ്ടാമത്തെ വെടി ഉതിർത്തത്. അതോടുകൂടിയിട്ട് മുന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഗ്രൂപ്പിലെ ആ ഒരു കൂട്ടത്തിലെ അടുത്ത ആനയും കൂടി നിലംപതിച്ചു. ഏതാണ്ട് 9 കിലോ തൂക്കമുണ്ടായിരുന്ന ഒരു മസിൽ ലോഡർ ഡബിൾ ബാരൽ എലിഫന്റ് ഗണ്ണാണ് ബേക്കർ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ഈ മസിൽ ലോഡർ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് നമ്മുടെ രണ്ടാമത്തെ ചാനലായിട്ടുള്ള മിസ്റ്റർ റീസിൽ മാൻ ആൻഡ് ബീസ്റ്റ് എന്ന് പറഞ്ഞ സീരീസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു തോക്കുകളുടെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. എന്താണെങ്കിലും സാമുവൽ വൈറ്റ് ബേക്കറിൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രധാന തോക്ക്, ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന തോക്കിന് ഇദ്ദേഹം ബേബി എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. അദ്ദേഹം കൊടുത്ത ഒരു പേരാണ്. അടുത്തടുത്ത് 2 ഷോട്ടുകൾ വെക്കാമെന്നതുകൊണ്ടാണ് ഇദ്ദേഹം ഡബിൾ ബാരൽ ഗണ്ണുകൾ ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു 2 ബോർ അല്ലെങ്കിൽ 4 ബോർ ഗണ്ണാകാനാണ് സാധ്യത. അതായത് ഈ ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് 1 പൗണ്ട് തൂക്കം വരാൻ വേണ്ടിയിട്ട് എത്ര ബുള്ളറ്റ്, എത്ര പ്രൊജക്ടൈൽസ് വേണം എന്നുള്ള കണക്കാണ്. അപ്പോൾ 2 ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 പൗണ്ട് തൂക്കമുള്ള ബുള്ളറ്റ്, അതായത് 1/4 കിലോ തൂക്കമുള്ള ഭീമൻ പ്രൊജക്ടൈലാണ് ഈ സാമുവൽ വൈറ്റ് ബക്കർ ഉപയോഗിച്ചിരുന്നത് എന്ന് വേണം കരുതുവാനായിട്ട്. ഇത് വെച്ച് വെടിവെച്ചാൽ ആരോഗ്യമുള്ള ആളല്ലെങ്കിൽ ആന വീഴുന്നതിന് മുമ്പ് വെടിവെക്കുന്ന ആളാവും നിലംപതിക്കുക. അത്രയ്ക്ക് റീകോയിലാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ 2 ബോർ ഗണ്ണാണ് ഏറ്റവും ഹെവി ആയിട്ടുള്ള ഗണ്ണ്, ഏറ്റവും വലിയ ബുള്ളറ്റുകൾ, പ്രൊജക്ടൈൽസ് ഉപയോഗിക്കുന്നത്. 3 ബോർ അതിലും ചെറുതായിരിക്കും. കാരണം 3 ബോർ എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 4 ബോർ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ 1 പൗണ്ട് ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ 4 പ്രൊജക്ടൈൽസാണ് ആവശ്യം. അപ്പോൾ പ്രൊജക്ടൈൽസിൻ്റെ വലിപ്പവും തൂക്കവും കുറഞ്ഞു വരികയാണ്. 3 ബോർ, 4 ബോർ, 6, പിന്നെ 8 അങ്ങനെ പോകും. ഈ ബോർസിൻ്റെ എണ്ണം അങ്ങനെ കൂടി വരുമ്പോഴത്തേക്കും ഈ പെല്ലറ്റുകളുടെ, ബുള്ളറ്റുകളുടെ ആ ഒരു വലിപ്പം, വെയിറ്റ് കുറഞ്ഞു വരും. ഇതൊക്കെ അന്നത്തെ കാലത്തെ രീതികളാണ്. ഇന്ന് ഈ ബോർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ വേറെയായി മാറിയിട്ടുണ്ട്. വെടിമരുന്ന് അല്ലെങ്കിൽ കരിമരുന്ന് നിറച്ച ലെഡ് ബുള്ളറ്റുകളൊക്കെ ആവണം ഈ ബേക്കർ അന്നത്തെ കാലത്ത് തൻ്റെ ഈ 2 ബോർ അല്ലെങ്കിൽ 4 ബോർ ഗണ്ണുകളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇവിടെ ഞാൻ 3 ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു പക്ഷേ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗണ്ണയെ കാണാൻ സാധ്യമല്ല. ഈ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് 2നും 4നും ഇടയ്ക്കുള്ള ഏതാണ്ട് 3 ബോർ വലിപ്പമുള്ള കസ്റ്റം മെയ്ഡ് ഗണ്ണായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഗവേഷകരൊക്കെ പറയുന്നത്. കാരണം കറക്റ്റായിട്ട് തൻ്റെ ഗണ്ണ് ഏതാണ് എന്നുള്ള കാര്യം ഇദ്ദേഹം തൻ്റെ ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും അന്നത്തെ കാലത്തെ ഗണ്ണുകൾക്ക് ആനയുടെ ഒക്കെ തൊലിയും തലയോട്ടിയും ഒക്കെ തുളച്ച് അകത്ത് കയറാനുള്ള കഴിവ് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയ തോക്കുകൾ ഉപയോഗിക്കാനായിട്ട് ഇദ്ദേഹത്തെ പോലുള്ള ഈ ഒരു ശിക്കാരികൾ, വേട്ടക്കാർ നിർബന്ധിതരായി തീരുകയായിരുന്നു ആ ഒരു സമയത്ത്. കൂടാതെ കൂടുതൽ അടുത്ത് നിന്ന് വേണം വെടിയുതിർക്കുവാനായിട്ട്. അതുകൊണ്ടാണ് ബേക്കർ ഈ ആദ്യത്തെ ആനയുടെ തൊട്ടരികിലെത്തിയ ശേഷം ഈ ഒരു ടെമ്പിൾ ഷോട്ട് ഉതിർത്തത്. ഇതിനുശേഷം 9 കിലോ തൂക്കമുള്ള തോക്കുമായിട്ട്, ഈ ബേബി എന്ന് പറഞ്ഞ തോക്കുമായിട്ട് ആനയുടെ മുകളിലൂടെ, ആ വീണ് കിടന്ന ആനയുടെ മുകളിലൂടെ ചാടിക്കടന്നിട്ടാണ് രണ്ടാമത്തെ ആനയെ ഇദ്ദേഹം ഇടത്തെ ബാരൽ ഉപയോഗിച്ച് വെടിവെച്ചത്. ഇതിൽ നിന്നും നമ്മുടെ എത്രത്തോളം കായികശേഷി ഉണ്ടായിരുന്ന ആളാണ് സാമുവൽ വൈറ്റ് ബക്കർ എന്ന് നമുക്ക് ഊഹിക്കാം. ഈ അറബ് നാടോടി ഗോത്രങ്ങൾക്കിടയിൽ ഇദ്ദേഹത്തിന് കൂടുതൽ മതിപ്പുണ്ടാകാനായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രധാന കാരണവും ഇദ്ദേഹത്തിൻ്റെ ഈ കായിക ശേഷി തന്നെയായിരുന്നു. എന്തായാലും അദ്ദേഹം വെടിവെച്ച രണ്ടാമത്തെ ആനയും തൽക്ഷണം ചെരിഞ്ഞു. ഈ ഒരു സമയത്ത് ആകെ ആശയക്കുഴപ്പത്തിലായിട്ടുണ്ടായിരുന്ന മറ്റ് ആനകൾ രണ്ടാമത് വെടിയേറ്റ് വീണ ആനയുടെ ചുറ്റിനും പരിഭ്രാന്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ തക്കത്തിന് മറ്റാനകളെ വെടിവെക്കണം എന്നുണ്ടെങ്കിൽ, ഇദ്ദേഹം 2 എണ്ണത്തിനെ വെടിവെച്ചിട്ടു, ഇനി കൂടുതൽ ആനകളെ വെടിവെക്കണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് സ്പെയർ തോക്കുകൾ ആവശ്യമാണ്. ഡബിൾ ബാരലിലെ 2 ബാരലുകളും ഒഴിഞ്ഞു കഴിഞ്ഞു. ഇദ്ദേഹം ചുറ്റിനും നോക്കി. എന്നാൽ നമ്മൾ മുമ്പ് വീരസ്യമൊക്കെ പറഞ്ഞിരുന്ന ബഹേത്തിനെ അവിടെ ഞാൻ കാണാനേ ഉണ്ടായിരുന്നില്ല. അതോടുകൂടിയിട്ട് അരിശം വന്ന ബേക്കർ തൻ്റെ ആളുകളെ ദേഷ്യത്തോടെ ഉറക്കെ വിളിച്ചു. ആനകളുടെ കൂട്ടപ്പൊരിച്ചിലും ബേക്കറുടെ വെടിവെപ്പും കണ്ട് ഭയന്നു പോയ അവർ അവിടെ ഉണ്ടായിരുന്ന ചോളച്ചെടികൾക്കിടയിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. ബേക്കറുടെ വിളി കേട്ടിട്ട് അവർ ഓരോരുത്തരായിട്ട് എന്താണ് സാബ് എന്നൊക്കെ ഒന്നും അറിയാത്ത മട്ടിൽ ചോദിച്ചുകൊണ്ട് നിഷ്കളങ്കമായിട്ടുള്ള മുഖഭാവത്തോട് കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഈ സമയം അദ്ദേഹം രണ്ടാമത് വെടിവെച്ച ആന സാവധാനം എഴുന്നേൽക്കുകയും മറ്റ് ആനകളോടൊപ്പം ഇരുട്ടിലേക്ക് ഓടി മറയുകയും ചെയ്തു. ഈ സമയത്താണ് സ്പെയർ ഗണ്ണ് വഹിച്ചിരുന്ന നമ്മുടെ ബഹേത്ത് തന്റെ ഒളിയിടത്തിൽ നിന്നും അങ്ങോട്ടേക്ക് ഓടിക്കിതച്ച് വന്നത്. ദേഷ്യം വന്ന ബേക്കർ അവനെ കണക്കിന് ശകാരിച്ചു. ഇന്നലെ വരെ വേട്ടക്കിടയിൽ എന്ത് സംഭവിച്ചാലും താൻ ബേക്കർ സാഹിബിന്റെ കൂടെ കാണും എന്നൊക്കെ വീമ്പിളിച്ചുകൊണ്ടിരുന്ന ആളാണ് നമ്മുടെ ഈ ബഹേത്ത്. ആ ആളാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ചോളച്ചെടികൾക്കിടയിൽ മറഞ്ഞിരുന്നത്. അങ്ങനെ എന്താണേലും കൂടുതൽ ആനകളെ വെടിവെക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ച് എത്തിയ ഈ ചോളത്തോട്ടത്തിലെത്തിയ നമ്മുടെ ബേക്കർ സാഹിബിന് പക്ഷേ ഒരെണ്ണം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇദ്ദേഹം വെടിവെച്ച രണ്ടാമത്തെ ആന ഈ ഇരുട്ടിൻ്റെ മറവിൽ എഴുന്നേറ്റ് മറയുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ നാട്ടുകാരായിട്ടുണ്ടായിരുന്ന അറബികൾ അവിടെ എത്തുകയും ആനയുടെ മാംസം അറുത്തെടുത്ത് മാറ്റുകയൊക്കെ ചെയ്തു. കൂടാതെ തലയോട്ടിയും മറ്റുമൊക്കെ പൊടിച്ച് കഷ്ണങ്ങളാക്കുകയും ചെയ്തു. അതൊക്കെ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്.
ആനകളെ തുരത്തിയതിന് അവർ നമ്മുടെ ബേക്കറിനോട് നന്ദി അറിയിക്കുകയും ചെയ്തു. ഇവിടെ ഒരു കാര്യവുമില്ലാതെയാണ് നമ്മുടെ ഈ ബേക്കർ ആനവേട്ടയൊക്കെ നടത്തുന്നത് എന്ന് നമുക്കൊക്കെ തോന്നിയേക്കാം. പക്ഷേ ശരിക്കും അതൊന്നുമല്ല കാര്യം. ഇദ്ദേഹം വേട്ടയ്ക്ക് തൽപരനായിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഇവിടെ വേട്ട നടത്തേണ്ടത് ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യം, കൂടെയുള്ള ആളുകൾക്ക്, ആഫ്രിക്കൻ വംശജർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ തരപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൂടാതെ താൻ ചെല്ലുന്ന സ്ഥലങ്ങളിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഈ ചോളത്തോട്ടങ്ങളിലൊക്കെ ഇറങ്ങുന്ന ആനകളെ വെടിവെക്കണം എന്നൊക്കെ നാട്ടുകാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനൊന്നും അദ്ദേഹത്തിന് സാധ്യമല്ല. അതൊക്കെ അവരെ പിണക്കുന്നതിന് തുല്യമാണ്. വാർത്തകൾ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ഈ ഒരു നൈലിൻ്റെ തീരങ്ങളിൽ പെട്ടെന്ന് പ്രചരിക്കുകയും ചെയ്യും. അപ്പോൾ ഇദ്ദേഹത്തെ ചെല്ലുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ സ്വീകാര്യനാകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേട്ടകളൊക്കെ നടത്തി നാട്ടുകാരുടെ പ്രീതിയൊക്കെ സമ്പാദിച്ച് തന്നെ വേണം ഇദ്ദേഹത്തിന് മുന്നോട്ട് പോകാനായിട്ട്. അതുമാത്രമല്ല, ഈ നൈൽ എക്സ്പെഡീഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹം സ്വന്തം ചെലവിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആരും ഇദ്ദേഹത്തെ സ്പോൺസർ ചെയ്യാനോ അങ്ങനെ ആരും ഇല്ല. അപ്പോൾ ഈ ഇതിന് വേണ്ടിയിട്ടുള്ള ചെലവുകളെല്ലാം ഇദ്ദേഹം സ്വയം കണ്ടെത്തണം. ആനക്കൊമ്പൊക്കെ വിറ്റ് തന്നെയാണ് ഇദ്ദേഹം അതിനുള്ള വരുമാനം കണ്ടെത്തുന്നത്. അങ്ങനെ താൻ ആനക്കൊമ്പ് വിറ്റ് വരുമാനം കണ്ടെത്തുന്നു എന്നുള്ള കാര്യമൊന്നും പുസ്തകത്തിൽ ഇദ്ദേഹം എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ഇതാണ് സത്യം. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ഈ ബേക്കറും സംഘവും അവിടെ നിന്നും കറ്റാറിഫ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഒരു വീഡിയോയിലെ മൊത്തം സംഭവങ്ങൾ നടക്കുന്നത് വാത്തൽ നെഗൂർ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കറ്റാറിഫിലേക്ക് പോകുന്ന യാത്ര ഒരു താൽക്കാലിക യാത്ര മാത്രമാണ്. അതായത് ഒരു 100 കിലോമീറ്റർ അകലെയാണ് ഈ കറ്റാറിഫ് ഉള്ളത്. അവിടെ നിന്ന് ഇവർക്ക് വേണ്ടുന്ന അവശ്യ സാധനങ്ങളും പിന്നെ വീണ്ടും വേണ്ടുന്ന കുറച്ച് ക്യാമൽസ്, നമ്മുടെ ഈ ഒട്ടകങ്ങൾ, കുതിരകൾ, ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കറ്റാറിഫിലേക്ക് താൽക്കാലികമായിട്ട് ഇദ്ദേഹം പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ മെയിൻ ടെൻറ്റും കൂടാരവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ പറഞ്ഞ ഈ വാത്തൽ നെഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ്. അങ്ങനെ ഇവർ പിറ്റേ ദിവസം ഈ കറ്റാറിഫിലേക്ക് യാത്ര തിരിച്ചു. കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ചന്തയിലൊക്കെ ആണ് ഇദ്ദേഹം ആളുകളെ പറഞ്ഞ് നമ്മുടെ ഈ മുഹമ്മദിനെയൊക്കെ പറഞ്ഞ് വിട്ടത്. ആ സമയത്ത് മുഹമ്മദ് വന്നിട്ട് പറഞ്ഞു ചന്തയിൽ ഒരു അടിമയെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇദ്ദേഹത്തിന് പഴയ നമ്മുടെ ഫ്ലോറൻസിൻ്റെ ആ ഒരു കാര്യമാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബേക്കർ എന്ത് ചെയ്തു, മുഹമ്മദിനെ വിട്ടിട്ട് ആ ഒരു അടിമയെ വിലക്കങ്ങ് വാങ്ങി. അത് 22 വയസ്സുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ വില കൊടുത്ത് വാങ്ങിയ ഈ ഒരു ആഫ്രിക്കൻ പെൺകുട്ടിയോട് നമ്മുടെ പരിഭാഷകൻ മുഹമ്മദ് ഈ ബേക്കർ പറഞ്ഞ അതേ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ, മനസ്സിലാക്കിയ രീതിയിൽ പരിഭാഷപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇതാണ് നിന്നെയല്ല, നിന്റെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഈ ബേക്കർ സാഹിബ് വില കൊടുത്ത് വാങ്ങിയത്. അതിനാൽ നീ ഇനി ആർക്കും അടിമയല്ല, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇനി നിനക്ക് പോകാൻ പറ്റും. ഇതൊക്കെയാണ് ഇദ്ദേഹം നമ്മുടെ മുഹമ്മദ് ആ പെൺകുട്ടിയെ അറിയിച്ചത്. എന്നാൽ നമ്മുടെ ഈ ബേക്കർ പറഞ്ഞത് മുഹമ്മദ് പരിഭാഷപ്പെടുത്തി കൊടുത്തതിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. ആ പെൺകുട്ടിക്ക് കാര്യം തലകുത്തനെയാണ് മനസ്സിലായത്. അതിൻ്റെ ഫലം ഉടൻ തന്നെ കാണുകയും ചെയ്തു. പെൺകുട്ടി ഓടി വന്നിട്ട് സാമുവൽ വൈറ്റ് ബക്കറെ അടപടലങ്ങ് കെട്ടിപ്പിടിച്ചു. ഇദ്ദേഹത്തിൻ്റെ കവിളുകളിൽ മാറി മാറി ചുംബിക്കുകയും ചെയ്തു. അന്തം വിട്ടുപോയ നമ്മുടെ ഈ ബേക്കർ, നീ ഇതെന്താണ് ഈ പെൺകുട്ടിയോട് പറഞ്ഞത് എന്ന് നമ്മുടെ ഈ മുഹമ്മദിനോട് ചോദിച്ചു. നമ്മുടെ പരിഭാഷകൻ മുഹമ്മദ് വളരെ വിനീതനായിട്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ അവളോട് പറഞ്ഞത്. അവൾ ഇനി അടിമയല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ പെണ്ണ് കരുതിയിരിക്കുന്നത് ഇനി മുതൽ അവൾ അങ്ങയുടെ പല ഭാര്യമാരിൽ ഒരാളാണ് എന്നാണ്. ഈ ഒരു പെൺകുട്ടിയുടെ കെട്ടിപ്പിടുത്തവും ബേക്കറിൻ്റെ മുഖത്തെ ചമ്മലും ഒക്കെ കണ്ടുകൊണ്ട് തൊട്ടരികിൽ നിന്നിരുന്ന ഫ്ലോറൻസിന് ചിരിപൊട്ടി. താൻ പണ്ടുണ്ടായിരുന്ന അവസ്ഥയിലാണ് ഈ പെൺകുട്ടി ഇപ്പോഴുള്ളത്. ബരാക്ക എന്നായിരുന്നു ആ പെണ്ണിൻ്റെ പേര്. ഒരു പെണ്ണിന് സ്വാതന്ത്ര്യത്തോടെ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നത് തികച്ചും അസാധ്യമായ ഒരു കാലഘട്ടത്തിലും ഭൂപ്രകൃതിയിലും സാമൂഹിക വ്യവസ്ഥയിലൊക്കെയാണ് അവൾ ജീവിക്കുന്നത്. ഒരാളുടെ അടിമ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാര്യ, ഇതല്ലാതെ മറ്റൊരു ലോകം, ഇതിനിടയ്ക്കുള്ളൊരു ലോകം ഈ ബരാക്കയ്ക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ടാണ് ഒരാളുടെ അടിമത്തത്തിൽ നിന്നും മോചിതയായ അവൾ തന്നെ രക്ഷപ്പെടുത്തിയ ആളുടെ ഭാര്യയാവാൻ തയ്യാറായതും അങ്ങനെ ചിന്തിച്ചതും. ഇതിനിടയിൽ ഉള്ള ഒരു അവസ്ഥ, അതായത് ഈ ഒരാളുടെ അടിമ മറ്റൊരാളുടെ ഭാര്യ, ഇതിനിടയ്ക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാം എന്നുള്ള ആ ഒരു കാര്യം ഈ ഒരു പെൺകുട്ടിക്ക് അറിയാനേ പാടില്ല. അതുകൊണ്ടാണ് ആ ഒരു അടിമത്തത്തിൽ നിന്ന് തന്നെ മോചിപ്പിച്ച ആളുടെ ഭാര്യയാണ് ഇനി താൻ എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ ചിന്തിക്കുകയും ഓടി വന്ന് സാമുവൽ വൈറ്റ് ബക്കറിനെ ഉമ്മ വെക്കുകയും അദ്ദേഹത്തിൻ്റെ പല ഭാര്യമാരിൽ ഒരാളായിട്ട് താൻ മാറി എന്നുള്ളൊരു സന്തോഷത്തിൽ അവൾ അവിടെ കിടന്ന് തുള്ളിച്ചാടുകയൊക്കെ ചെയ്തത്. പക്ഷേ ഇവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഫ്ലോറൻസിനും സാമുവൽ വൈറ്റ് ബക്കറിനും മുഹമ്മദിനും മനസ്സിലായി. അതുകൊണ്ട് അവരൊരു തീരുമാനമെടുത്തു, ഇവളും കൂടെ ഇവരുടെ സംഘത്തിലേക്ക് പോരട്ടെ, പറ്റിയൊരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴേക്കും പറ്റിയൊരാളെ ഇവളെ ഏൽപ്പിക്കാം, അതുവരെയും ഇവൾ കൂടെ ഉണ്ടാവട്ടെ എന്ന് തീരുമാനമെടുത്തിട്ട് ഈ ഒരു ബരാക്ക എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ കൂടി ഇദ്ദേഹം ഈ ഒരു സംഘത്തിലേക്ക് ചേർത്തു. ഇപ്പോൾ നമ്മുടെ ഈ ബരാക്കയും കൂട്ടിയിട്ട് ആകെ 13 പേരാണ് ബേക്കർ ദമ്പതികളുടെ കൂടെ ഈ ഒരു സംഘത്തിൽ ഉള്ളത്. അങ്ങനെ ഇവർ സാധനങ്ങളൊക്കെ വാങ്ങി, കൂടുതൽ നമ്മുടെ ബരാക്കയും വാങ്ങി ഈ കറ്റാരഫിൽ നിന്നും അവർ ടെൻറ്റുകളും സാധനങ്ങളൊക്കെ ഇരിക്കുന്ന പഴയ വാത്തൽ നെഗൂർ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് അവർ മടങ്ങി. എന്നാലും മടങ്ങുന്ന വഴിയിൽ അവർക്ക് ഒരു അപകടം മണത്തു. 100 കണക്കിന് ആളുകൾ വാത്തൽ നെഗൂറിലെ വീടുകൾ വിട്ടിട്ട് 4 വഴിക്കും പലായനം ചെയ്യുകയാണ്. ഈ ഒരു ഭാഗങ്ങളിലുള്ള സുഡാനീസ് യുദ്ധപ്രഭു എൽ മുഖ് നമർ
ഈ പറഞ്ഞ വാത്തൽ നെഗൂർ ആക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെയുള്ള അദ്ദേഹത്തിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകളാണ് ഈ പലായനം ചെയ്ത് 4 വഴിയും ചിതറിപ്പോകുന്നത്. നമർ മുഹമ്മദ് എന്നറിയപ്പെട്ടിരുന്ന എൽമുക് നമർ അവിടെ ഉണ്ടായിരുന്ന സുഡാനികളുടെ സ്വാതന്ത്ര്യം അതിനു വേണ്ടിയിട്ട് പോരാടുന്ന ഒരാളായിരുന്നു. സുഡാനിലെ ഈജിപ്ഷ്യൻ ഭരണത്തിനും ഓട്ടോമൻ സാമ്രാജ്യത്തിനൊക്കെ എതിരാണ് ഈ എൽമുക് നമർ. എന്നാൽ ബേക്കറിനും സംഘത്തിനും ഭയക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ അറബ് നേതാവായിട്ടുണ്ടായിരുന്ന ഇവർ മുമ്പേ കണ്ട ഇദ്ദേഹത്തിന്റെ സുഹൃത്തായി മാറിയ അഹമ്മദ് അബൂസിനിന്റെ സുഹൃത്തായിരുന്നു എൽമുക് നമർ. വാത്തൽ നെഗൂറിലെ ഇംഗ്ലീഷ് ടെന്റുകൾ കണ്ടതോടെ അത് അബൂസിനിന്റെ സുഹൃത്തായിട്ടുള്ള സാമുവേൽ വൈറ്റ് ബക്കറിന്റെ ആണ് എന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ ഈ എൽമുക് നമർ അവയെ ആക്രമണത്തിൽ നിന്നും ഒഴിവാക്കുകയും ബേക്കറിന്റെ ടെന്റുകൾ കൊള്ളയടിക്കുന്നവർക്ക് പ്രത്യേക ശിക്ഷകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഡിസംബർ 3-ാം തീയതി വാത്തൽ നെഗൂറിലെത്തിയ ബേക്കറിന് അദ്ദേഹത്തിന്റെ തോക്കുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സാധനങ്ങളും പരിക്കുകൾ കൂടാതെ തന്നെ തിരികെ ലഭിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്താണ് ബേക്കറിന് ആവേശകരമായിട്ടുള്ള ഒരു വാർത്ത ലഭിക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത്. സുഡാനിലെയും എത്യോപ്യൻ ഭാഗങ്ങളിലെയും വന രാജാക്കന്മാർ എന്നറിയപ്പെടുന്ന ഹമ്രാൻ ഗോത്രക്കാർ ഇദ്ദേഹം താമസിക്കുന്ന ഈ വാത്തൽ നെഗൂറിൽ നിന്നും ഏതാണ്ട് 40 കിലോമീറ്റർ അകലെ ഒരിടത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്ന വാർത്തയാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. അൽ ബുഷ അല്ലെങ്കിൽ ബെജ എന്നൊക്കെ അറിയപ്പെടുന്ന നാടോടി ഗോത്രത്തിലെ ഒരു പ്രത്യേക വിഭാഗമാണ് ഈ ഹമ്രാൻ. നമ്മുടെ ചെങ്കടല്, നൈൽ നദി അതിൻ്റെ ഇടയിലുള്ള സുഡാൻ, എറിട്രിയ, കിഴക്കൻ ഈജിപ്റ്റ് ആ ഒരു പ്രദേശങ്ങളിലാണ് അൽ ബുഷ അല്ലെങ്കിൽ ബെജ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു നാടോടി ഗോത്രം അധിവസിക്കുന്നത്. അറബിക്കും അവരുടെ ഗോത്രഭാഷയൊക്കെ കൂടിയിട്ട് ഇടകലർത്തിയുള്ളൊരു സംസാര രീതിയാണ് ഇവർക്കുള്ളത്. ഇവർക്കിടയിലുള്ള വിവിധ ക്ലാനുകളിൽ ഒന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ വാത്തൽ നെഗൂറിൽ നിന്നും 40 കിലോമീറ്റർ അകലെ ക്യാമ്പ് ചെയ്യുന്ന ഹമ്രാൻ വിഭാഗക്കാർ. ഭൂമിയിലെ ഏറ്റവും ധീരന്മാരായിട്ടുള്ള വേട്ടക്കാർ എന്നൊക്കെയാണ് ഹമ്രാൻ ഗോത്രക്കാർ അറിയപ്പെടുന്നത്. വെറും വാളുകൾ കൊണ്ട് മാത്രമാണ് ആന, കാട്ടുപോത്ത്, ജിറാഫ്, ഹിപ്പോ തുടങ്ങിയ മൃഗങ്ങളെ ഈ ഹമ്രാൻ ഗോത്രക്കാർ വേട്ടയാടുന്നത്. ഇക്കൂട്ടത്തിൽ തന്നെ ആനകളെ മാത്രമായി വേട്ടയാടുന്ന അഗാജിയേഴ്സ് എന്നൊരു വിഭാഗവും ഉണ്ട്. കസ്കര എന്നു പേരുള്ള ഇരുതല മൂർച്ചയുള്ള വാളുകളൊക്കെ ആയിട്ടാണ് ഈ അഗാജിയേഴ്സ് ആഫ്രിക്കൻ ആനകളെ വേട്ടയാടുന്നത്. ഒന്നുകിൽ കുതിരപ്പുറത്ത് അല്ലെങ്കിൽ നടന്ന്, ഇതിലേതെങ്കിലും ഒരു രീതിയിലായിരിക്കും ഈ അഗാജിയേഴ്സ് ആനകളെ സമീപിക്കുന്നത്. നടന്നാണെങ്കിൽ 2 പേർ മാത്രമായിരിക്കും ഈ അഗാജിയേഴ്സിന്റെ സംഘത്തിൽ ഉണ്ടാവുക. ഈ കുതിരകളെ വാങ്ങിക്കുവാനായിട്ട് കാശില്ലാത്ത അഗാജിയേഴ്സ് വേട്ടക്കാരാണ് നടന്നുപോയി ആനകളെ വേട്ടയാടുന്നത്. ആനകൾ വിശ്രമിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുന്ന സമയത്താണ് ആ ഒരു സമയമാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. കാട്ടാനകൾ ദിവസം 2 മണിക്കൂറുകൾ മാത്രമാണ് ഉറങ്ങുക. അത് തന്നെ പലപ്പോഴായിട്ടായിരിക്കും. മിക്കപ്പോഴും നിന്നൊക്കെയാണ് ഉറങ്ങുന്നത്. എന്നാൽ 4-5 ദിവസങ്ങൾ കൂടുമ്പോൾ അവർ കിടന്നുമൊക്കെ ഉറങ്ങാറുണ്ട്. ഏതെങ്കിലും ആനക്കൂട്ടത്തെ പിന്തുടർന്നിട്ട് അവരുടെ ഉറക്കത്തിൻ്റെ രീതികളൊക്കെ മനസ്സിലാക്കിയ ശേഷമാവും ഈ അഗാജിയേഴ്സ് അവർ ഉറങ്ങുന്ന സമയത്ത് ശബ്ദമുണ്ടാക്കാതെ ആനകളെ സമീപിക്കുന്നത്. ഉറങ്ങുന്ന ആനയുടെ തൊട്ട് മുന്നിലെത്തിയ ശേഷം കസ്കര ഉപയോഗിച്ചിട്ട് ഒറ്റ വെട്ടിന് അവർ ആനയുടെ തുമ്പിക്കൈയുടെ അറ്റം ഛേദിച്ച് കളയും. അപ്പോഴുണ്ടാകുന്ന വിഭ്രാന്തിയിൽ ആനയുടെ മുന്നിൽപ്പെട്ടാൽ കഥ കഴിയും. എന്നാൽ ഈ ചെറുപ്പം മുതലേ കിട്ടിയിട്ടുള്ള ഈ പരിശീലനം കാരണം അഗാജിയേഴ്സ് ഇത്തരം വേളകളിൽ ഭയക്കാതെ തന്ത്രപൂർവ്വം അവിടെ നിന്ന് രക്ഷപ്പെട്ട് കളയും. കിടക്കുന്ന ആന എഴുന്നേറ്റ് വരുന്ന ആ സമയം കൊണ്ട് ഇവർ ഓടി മാറിക്കളയും. ഇതേ സമയത്ത് അറ്റുപോയ തുമ്പിക്കയിൽ നിന്നും നിലക്കാതെയുള്ള രക്തപ്രവാഹം കാരണം ആനയ്ക്ക് അധിക ദൂരമൊന്നും മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല. രക്തം വാർന്ന് ക്ഷീണിച്ച ആന അവസാനം എവിടെയെങ്കിലും വീഴുകയും ചെയ്യും. അപ്പോൾ ഈ അഗാജിയേഴ്സ് അരികിലേക്ക് വന്ന് കൂടുതൽ മുറിവുകൾ ഉണ്ടാക്കുകയും ആനയെ വധിക്കുകയും ചെയ്യും. മാംസത്തിനും കൊമ്പിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഈ അഗാജിയേഴ്സ് ആനവേട്ട നടത്തുന്നത്. എന്നാൽ ആന ഉണർന്നാണ് ഇരിക്കുന്നതെങ്കിൽ അഗാജിയേഴ്സ് മറ്റൊരു രീതിയാണ് അവലംബിക്കുക. ശബ്ദമുണ്ടാക്കാതെ ആന അറിയാതെ ആനയുടെ പുറകിൽ അവരെത്തിച്ചേരും. ശേഷം സകല ശക്തി ഉപയോഗിച്ചിട്ട് ഇവർ ആനയുടെ പിൻകാലുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ മുട്ടിന് താഴെയുള്ള അല്ലെങ്കിൽ പാദത്തിൻ്റെ മുകളിലുള്ള ആ ഒരു ഭാഗമില്ലേ, ആ ഭാഗത്ത് ആഞ്ഞങ്ങ് വെട്ടും. ആഴത്തിൽ ഞരമ്പും പേശികളും മുറിയുന്ന രീതിയിലുള്ള ഒരു പ്രഹരമായിരിക്കും അത്. വെട്ടുകൊണ്ട ആന ആ കാലിൽ ബലം കൊടുക്കുന്ന അല്ലെങ്കിൽ ബലം കൊടുത്ത് എണീക്കുന്ന സമയം തന്നെ അത് ഒടിയുകയോ അല്ലെങ്കിൽ ഡിസ്ലൊക്കേറ്റ് ചെയ്യുകയോ ചെയ്യും. വിരണ്ടു പോകുന്ന ആന വട്ടം കറങ്ങുന്ന സമയത്ത് പുറയിലൂടെ തന്നെ നീങ്ങുന്ന അഗാജിയേഴ്സ് 2ാമത്തെ പിൻകാലിൽ കൂടി അടുത്ത വെട്ടങ്ങ് കൊടുക്കും. അതോടുകൂടിയിട്ട് ആന പൂർണ്ണമായിട്ടും മുന്നോട്ട് നീങ്ങാനാവാതെ ഇരുന്നു പോകും. രക്തം വാർന്നു തന്നെയാവും ഇപ്രാവശ്യം മരണം സംഭവിക്കുക. അഗാജിയേഴ്സിൻ്റെ അടുത്ത രീതി ആനകളെ കുതിരപ്പുറത്ത് നിന്ന് ആക്രമിക്കുക എന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് നദികളുടെ ഓരങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് ആനകൾ സ്ഥിരമായിട്ട് വെള്ളം കുടിക്കുന്ന ആ സ്ഥലങ്ങളും സമയമൊക്കെ ഇവർ കണ്ടെത്തി വെക്കും. ശേഷം പറ്റിയ സമയം തിരഞ്ഞെടുത്തിട്ട് 2 കുതിരകളിൽ 3 പേരാണ് ആക്രമണത്തിന് പോവുക. ഒരു കുതിരയിൽ ഒരാളും 2ാമത്തെ കുതിരയിൽ 2 പേരും ഉണ്ടാവും. അത്യുച്ചത്തിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് കുതിരപ്പുറത്ത് ആനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഇവരങ്ങ് പാഞ്ഞു കയറും. ഇത് കണ്ട് ആനക്കൂട്ടം വിരണ്ട് 4 പടം ചിതറി ഓടിത്തുടങ്ങും. ഈ ഒരു സമയം നല്ല കൊമ്പുള്ള ഒരു ആനയെ കണ്ടെത്തിയിട്ട് ഇവർ കൂട്ടത്തിൽ നിന്നും ഒറ്റപ്പെടുത്തും. ഇനിയാണ് ഏറ്റവും അപകടം പിടിച്ച പണിയുള്ളത്. ഒറ്റയ്ക്ക് കുതിരപ്പുറത്തുള്ള ആള് നേരെ ആനയുടെ മുന്നിലേക്ക് കുതിരയെ ഓടിച്ചങ്ങ് ചെല്ലുകയും ആനയുടെ ശ്രദ്ധ അവനിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. ആന ഓട്ടം നിർത്തി അവനെയും കുതിരയും ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു അവസരത്തിൽ 2ാമത്തെ കുതിരയും അതിൻ്റെ മുകളിലുള്ള 2 പേരും ആനയുടെ പിൻകാലുകളുടെ പുറകിൽ ആ സമയത്ത് എത്തിച്ചേരും.
അടുത്ത നിമിഷം ഈ പുറയിലെ കുതിരപ്പുറത്ത് 2 പേരാണ് ഉള്ളത്. ആ കുതിരപ്പുറത്ത് ഇരിക്കുന്ന 2 പേരിൽ പുറയിലിരിക്കുന്ന ആൾ തൻ്റെ കസ്കര ആ ഒരു വാളുമായിട്ട് കുതിരയുടെ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് നിലത്തേക്ക് തൂങ്ങിക്കിടന്നിട്ട് സകല ശക്തി ഉപയോഗിച്ചിട്ട് ആനയുടെ പിൻകാലിൻ്റെ താഴ്ഭാഗത്ത് മുമ്പ് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ആഞ്ഞൊരു വെട്ട് കൊടുക്കുകയും ചെയ്യും. ഓർക്കുക, ഈ വെട്ട് മാറിപ്പോയാൽ അവൻ കുതിരപ്പുറത്ത് നിന്ന് താഴെ പോവുകയും ആന ചവിട്ടി കൊല്ലുകയും ഒക്കെ ചെയ്യും. ഇതുകൂടാതെ ഈ സമയം പിടിവിട്ട് താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വീണാൽ ഇവൻ സ്വന്തം വാളിൻ്റെ മുകളിലേക്ക് തന്നെ വീഴുകയും ചെയ്യും. അങ്ങനെ പല അവസരങ്ങളും ഉണ്ടായിട്ടുമുണ്ട്. ഈ സമയമെല്ലാം ആനയെ തിരിയാൻ സമ്മതിക്കാതെ പ്രകോപിപ്പിച്ചുകൊണ്ട് രണ്ടാമത്തെ ആ ഒരു കുതിരയിൽ ഒറ്റയ്ക്കൊരുത്തനുണ്ടല്ലോ മുന്നിൽ, അവൻ ആ കുതിരക്കാരൻ ആനയുടെ മുന്നിൽ തന്നെ ആനയെ പ്രകോപിപ്പിച്ചുകൊണ്ട് പുറകോട്ട് തിരിയാൻ സമ്മതിക്കാതെ നിൽപ്പുണ്ടാവും. സാധിക്കുമെങ്കിൽ അവൻ ആനയുടെ തുമ്പിക്കൈ നോക്കി വെട്ടുകയും ചെയ്യും. ഈ ഒരു സമയത്ത് പുറയിലെ കുതിരയിലുള്ള ആളുകൾ അവർ ഒരു കാലിൻ്റെ വെട്ട് കൊടുത്തല്ലോ, വീണ്ടും കറങ്ങി തിരിഞ്ഞ് ആനയുടെ പിന്നിൽ രണ്ടാമത്തെ പിൻകാലിൻ്റെ പുറകിലെത്തുകയും ഒരിക്കൽ കൂടി പുറകിലിരിക്കുന്ന ആൾ താഴേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് അടുത്ത വെട്ട് ഈ രണ്ടാമത്തെ പിൻകാലിട്ട് അതിൻ്റെ പുറകിൽ കൊടുക്കുകയും ചെയ്യും. ഇതോട് കൂടിയിട്ട് ആന 1 ഇഞ്ച് പോലും നടക്കാനാവാതെ നിലത്ത് വീഴുകയും അവിടെ കിടന്ന് ചോര വാർന്ന് മരണപ്പെടുകയും ചെയ്യും. നോക്കുക, ധീരത, ക്രൂരത ഇത് രണ്ടും സമ്മേളിക്കുന്ന ആക്രമണ രീതികൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഹംറാൻ ഗോത്രത്തിലെ അഗാജിയേഴ്സ് സുഡാൻ, എറിട്രിയ ഭാഗങ്ങളിൽ ആനവേട്ടകൾ നടത്തിയിരുന്നത്. ഇവരുടെ ഇത്തരം ആക്രമണ രീതികൾ സാമുവൽ വൈറ്റ് ബേക്കർ ഉൾപ്പെടെയുള്ള അനേകം സഞ്ചാരികൾ, യൂറോപ്യൻ സഞ്ചാരികൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മറ്റുള്ള അറബികൾക്കും ഇതിനെപ്പറ്റി നല്ല അറിവുണ്ട്. അവരൊക്കെ ഈ ആനവേട്ടയ്ക്ക് ഈ ഹംറാൻ ഗോത്രക്കാർ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഈ ഹംറാൻ ഗോത്രത്തിലെ ആനവേട്ടക്കാരായിട്ടുള്ള അഗാജിയേഴ്സ് നമ്മുടെ ഈ വാത്തൽ നെഗൂറിൽ നിന്നും 40 കിലോമീറ്റർ അകലെ ഒരിടത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ സാമുവൽ വൈറ്റ് ബേക്കർ കേട്ടത്. അദ്ദേഹം ഉടൻ തന്നെ നമ്മുടെ മുഹമ്മദിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ മുഹമ്മദ് ഒട്ടനവധി ഹംറാൻ വേട്ടക്കാരൊക്കെ ആയിട്ട് നമ്മുടെ ബേക്കറിൻ്റെ ക്യാമ്പിൽ എത്തിച്ചേരുകയും ചെയ്തു. അക്കൂട്ടത്തിൽ ഷെയ്ഖ് അബൂദോ എന്നൊരു പ്രശസ്തനായിട്ടുള്ള ഒരു അറബ് ഹംറാൻ വേട്ടക്കാരനും ഉണ്ടായിരുന്നു. ബേക്കറിൻ്റെ അരികിലെത്തിയ ഹംറാൻ ഹണ്ടേഴ്സ് ശരിക്കും 2 സംഘം വേട്ടക്കാരായിരുന്നു. ഒന്ന് അബൂദോയുടെ ആ സംഘം, പ്രശസ്തനായിട്ടുള്ള അബൂദോയുടെ സംഘം. 6 അടിയിൽ കൂടുതൽ ഉയരമുണ്ടായിരുന്ന സുന്ദരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അബൂദോ എന്നാണ് ബേക്കർ പറയുന്നത്. രണ്ടാമത്തെ വേട്ട സംഘം ഷെറീഫ് ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന 4 സഹോദരന്മാരായിരുന്നു. ഇവർക്ക് ആ ഭാഗങ്ങളിലെ ഏറ്റവും പേരെടുത്ത അഗാജിയേഴ്സ് അഥവാ ആനവേട്ടക്കാർ എന്നുള്ളൊരു പേര് ഉണ്ടായിരുന്നു. ഇവരിൽ രണ്ടാമത്തെ സഹോദരൻ്റെ, ഈ ഷെറീഫ് ബ്രദേഴ്സിൽ 4 പേരാണ്. അതിൽ രണ്ടാമത്തെ സഹോദരൻ്റെ ഇടത്തെ കൈ ശരീരത്തിൽ നിന്നും ഏതാണ്ട് വേർപെട്ടിട്ട് പറഞ്ഞു നിൽക്കുന്ന രീതിയിൽ, ഒരു വൃത്തികെട്ട രീതിയിലാണ് ആ കൈ നിന്നിരുന്നത്. മാരകമായ എന്തൊരു പരിക്ക് അവൻ്റെ കൈക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ രീതിയിൽ കുതിരപ്പുറത്ത് നിന്ന് ആനയെ വേട്ടയാടുന്ന ആ ഒരു രീതിയിൽ ആനയെ ഫ്രണ്ടിൽ നിന്ന് നേരിടുന്ന ഒറ്റയ്ക്ക് കുതിരപ്പുറത്തിരിക്കുന്ന ആ ആളുണ്ടല്ലോ, ആ പണിയാണ് നമ്മുടെ ഈ ഷെറീഫ് സഹോദരന്മാരിൽ രണ്ടാമത്തെ ആൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഒരിക്കൽ അവനൊരു ആനയുടെ പിടിയിലകപ്പെട്ടു. ആന അവൻ്റെ കുതിരയെ കൊല്ലുകയും അവനെ ഈ ഷെറീഫ് സഹോദരനെ കൊമ്പിൽ കൂർക്കുകയും ചെയ്തു. എന്നാൽ ഇതേ സമയം ബാക്കിയുണ്ടായിരുന്ന 2 ബ്രദേഴ്സ് ആനയുടെ പിൻകാലിന് വെട്ടുകൊടുത്തുകൊണ്ട് മാത്രം ആന ഷെറീഫിനെ താഴെയിടുകയും ഇവൻ രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴും ഈ ഷെറീഫ് സഹോദരന്മാരിലെ ഏറ്റവും മികച്ച വേട്ടക്കാരൻ ഈ കൈ പോയ രണ്ടാമത്തവൻ തന്നെയായിരുന്നു. ഇപ്പോഴും ഇവൻ മുന്നിൽ നിന്നും ആനയെ പ്രകോപിപ്പിക്കുക എന്ന അപകടകരമായിട്ടുള്ള ആ ജോലി തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ടാമൻ ഷെറീഫ് സഹോദരനെ ആളുകൾ അത്യധികം ബഹുമാനിച്ചിരുന്നത്. അതായത് ആ ഏരിയയിലെ സൂപ്പർ സ്റ്റാറാണ് ഈ ഒരു ഷെറീഫ് സഹോദരന്മാരിലെ രണ്ടാമത്തെ ആൾ. അങ്ങനെ 1862 ഓഗസ്റ്റ് 17 ബേക്കറും സംഘവും വാത്തൽ നെഗൂറിൽ നിന്നും യാത്ര തിരിച്ചു. അവർ 45 കിലോമീറ്റർ അകലെ ഗിറ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അരമണിക്കൂർ ദൂരം മാറിയിട്ട് ഒരിടത്ത് ഒരു പുഴയുടെ തീരത്ത് ആനകളുണ്ട് എന്ന വിവരം ഇവരെ അറിയിച്ചു. ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ ഇപ്പോഴും പോയിട്ടുള്ള ഹംറാൻ ട്രാക്കേഴ്സിൽ ഒരാൾ, താഹിർ നൂർ എന്നറിയപ്പെടുന്ന ഒരാൾ, ഈ ഒരു എക്സ്പെഡീഷൻ തീരുന്നതുവരെയും നമ്മുടെ ഈ സാമുവൽ വൈറ്റ് ബേക്കറിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്നാണെങ്കിലും ഏതാണ്ട് 12 കിലോമീറ്ററുകളോളം ആനച്ചൂര് പിടിച്ചും അടയാളങ്ങൾ നോക്കിയൊക്കെ ഇവർ മുന്നോട്ട് നീങ്ങി. എന്നാൽ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആനകളുടെ ട്രാക്കുകൾ പല വഴിയെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ടു. അതായത് ആനകൾ പല വഴിയെ നീങ്ങിയിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിലെ ആനകൾ തന്നെ പല വഴിയെ നീങ്ങിയിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലായി. ആഫ്രിക്കൻ ആനകൾ ഇടയ്ക്കിടെ ഇതുപോലെ കൂട്ടം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും, വീണ്ടും കൂട്ടത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ധാരാളം മുൾച്ചെടികൾ നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ഇതിൻ്റെ ഇടയിലൂടെ ആനകളുടെ ട്രാക്കുകൾ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് കണ്ടെത്തിയിട്ട് ഏത് ആനയാണ് അല്ലെങ്കിൽ ആനയുടെ പുറയിൽ കറക്റ്റായിട്ട് എത്തിച്ചേരുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ളൊരു പണിയാണ്. പക്ഷേ അവിടെ ജനിച്ച് ജീവിച്ച് വരുന്ന ഈ ഹംറാൻ ട്രാക്കേഴ്സിന് ഇതൊരു പക്ഷേ കുറച്ച് ഈസി ആയിട്ടുള്ള വർക്കാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഏതാണ്ട് 2 മണിക്കൂറുകൾ നമ്മുടെ ഈ ബേക്കറും സംഘവും ഇത്തരം മുൾച്ചെടികൾക്കിടയിലൂടെ ലക്ഷ്യമില്ലാതെ നടന്നു. പൊടുന്നനെ അവരുടെ ഇടത്ത് ഭാഗത്ത് ആനകളുടെ സാന്നിധ്യം അവർക്ക് പിടികിട്ടി. മുൾച്ചെടികൾ വളർന്നു നിൽക്കുന്ന കുറേയേറെ സ്ഥലം, പിന്നെ കുറച്ച് തരിശ് ഭൂമി, വീണ്ടും മുൾക്കാടുകൾ. ഇങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു ഭൂപ്രകൃതി.
ഈ മുൾക്കാടുകൾക്കിടയിലൂടെ നടന്നു നീങ്ങുക എന്നത് ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. മുള്ളുകൾ കൊണ്ട് കയ്യിൽ നിന്നും മുഖത്തു നിന്നും ചോര, ദേഹത്ത് മുഴുവൻ ചോര പൊടിഞ്ഞ് ഇങ്ങനെ ഇറ്റിറ്റ് വീഴുകയാണ്. വസ്ത്രം പല സ്ഥലങ്ങളിലും കീറിയിട്ടുണ്ട്. എങ്കിലും കഴിവതും ശബ്ദമുണ്ടാക്കാതെ തന്നെയാണ് അവർ മുന്നോട്ട് നീങ്ങിയിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആന ചെവിയാട്ടുന്ന ശബ്ദം ഈ ട്രാക്കർമാർ പിടിച്ചെടുത്തു. ഒട്ടും വൈകാതെ മുൾച്ചെടികൾക്കിടയിൽ 2 ആനകളുടെ അവ്യക്തമായ രൂപം അവർക്ക് കാണാൻ സാധിച്ചു. ഈ ചെടികൾ നിൽക്കുന്നതുകൊണ്ട് ആനയുടെ മേളത്തെ ആ ഒരു എല്ലിൻ്റെ ഭാവമൊക്കെയാണ് കാണാൻ സാധിക്കുക. എന്നാൽ കാറ്റ് ഇവർക്ക് പ്രതികൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ ആനകൾ അപകടം തിരിച്ചറിയുകയും വീണ്ടും കൂടുതൽ ഇടനീങ്ങി ചെടികൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇവർ നടന്ന് മറയുകയും ചെയ്തു. ഏറ്റവും അപകടം പിടിച്ച ഒരവസ്ഥയായിരുന്നു അത്. ആനകൾ പിന്തിരിഞ്ഞതാണോ അതോ ഡബിൾ ട്രാക്ക് ചെയ്ത് ഇവരുടെ പുറകിലേക്ക് വരാനുള്ള ശ്രമമാണോ നടത്തുന്നത് എന്നൊന്നും ഇവർക്ക് മനസ്സിലായില്ല. ആന ആക്രമിച്ചെടുത്താൽ മുള്ളുകൾക്കിടയിലൂടെ ഓടി രക്ഷപ്പെടുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയൊരു പണിയാണ്, നടക്കാൻ പോകുന്ന കാര്യമല്ല. ആനകൾ തങ്ങളെ കുടിക്കുമോ എന്ന സംശയമായിരുന്നു ബേക്കറിന് ഉണ്ടായിരുന്നത്. ഇത്തരം മുൾച്ചെടികൾക്കിടയിൽ നമ്മുടെ ഹംറാൻ കുതിരവേട്ടക്കാരുടെ പണികളൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് ബേക്കർ അവരെ കൂടെ കൂട്ടായിരുന്നത്. അതുമാത്രമല്ല, താൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വേട്ടക്കാരൻ, അതായത് കഴിവുള്ള ഒരു വേട്ടക്കാരനാണ് എന്നുള്ള കാര്യം ഈ ഹംറാൻ ട്രാക്കേഴ്സിന് മനസ്സിലാവുകയും വേണം. അതുകൊണ്ടാണ് ഈ ബേക്കർ ഈ വേട്ട സ്വയം ഏറ്റെടുത്തത്. വീണ്ടും അരമണിക്കൂർ കൂടെ അവർ ചെടികൾക്കിടയിലൂടെ മുന്നോട്ട് നീങ്ങി. അവസാനം 2 കൂറ്റൻ ആനകളുടെ മുന്നിലാണ് ബേക്കറും സംഘവും ചെന്ന് പെട്ടത്. ആ 2 ആനകളുടെ പുറകിലായിട്ട് മുഴുവൻ ആനക്കൂട്ടവും മുന്നോട്ട് നീങ്ങി വരുന്നുണ്ടായിരുന്നു. ബേക്കർ സമയം കളയാതെ മുന്നിലെ 2 ആനകളിൽ ഒന്നിൻ്റെ മസ്തകം നോക്കി ഒരു ലെഫ്റ്റ് ബാരൽ ഷോട്ട് അങ്ങ് കൊടുത്തു. അതുടൻ തന്നെ കുഴഞ്ഞു മറിഞ്ഞ് വീഴുകയും ചെയ്തു. തത്സമയം കൂടെ ഉണ്ടായിരുന്ന 2ാമത്തെ ആന അവിടെ നിന്ന് മാറി കൂട്ടത്തിൻ്റെ ഒപ്പം ചേരുകയും അവരെല്ലാം വരിവരിയായിട്ട് നിരന്ന് ഒരു കോട്ട പോലെ നിൽക്കുകയും ചെയ്തു. ബേക്കർ നിൽക്കുന്നതിൻ്റെ ഒരു വശത്തായിട്ടാണ് ആനകൾ ഇതുപോലെ വരിവരിയായിട്ട് കോട്ട പോലെ നിലയുറപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ഹെഡ് ഷോട്ടോ ഒരു ഷോൾഡർ ഷോട്ടോ വെക്കുവാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. ഇതിനിടെ ആ വെടിയേറ്റ ആനയുണ്ടല്ലോ, അത് തപ്പിത്തടഞ്ഞ് എഴുന്നേറ്റിട്ട് അവിടെ നിന്ന് ഈ ചെടികൾക്കിടയിലേക്ക് മറഞ്ഞ് അങ്ങ് പോവുകയും ചെയ്തു. അടുത്ത നിമിഷം ആനകളിൽ, ആ വരിവരിയായിട്ട് നിന്നിരുന്ന ആനകളിൽ ഇടത്തെ മൂലയിൽ നിന്നിരുന്ന വലിയൊരു ആന അവിടെ നിന്ന് വീണ്ടും ഇടത്തേക്ക് ഒന്ന് ചെരിഞ്ഞു. നമ്മുടെ ഈ സാമുവേൽ വൈറ്റ് ബക്കർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വേട്ടക്കാരനാണ്. ഇങ്ങനെയൊരു സന്ദർഭമാണ് അദ്ദേഹം നോക്കി നിന്നിരുന്നത്. ഈ ഒരു സമയം തന്നെ ഈ അവസരം കാത്തു നിന്നിരുന്ന ബേക്കർ തൻ്റെ ബേബി എന്ന് വിളിക്കപ്പെടുന്ന ഇരട്ടക്കുഴൽ തോക്കിൻ്റെ റൈറ്റ് ബാരലിൽ നിന്നും ഒരു ഷോൾഡർ ഷോട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ബേബിയുടെ റീകോയിൽ അതിഭീകരമായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏതാണ്ട് 1/4 കിലോ ഭാരമുള്ള ഒരു പെല്ലറ്റാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. നല്ല റീകോയിലാണ്. വെടിയേറ്റ ആനയും വെടിവെച്ച ബേക്കറും ഒരേ സമയത്താണ് പുറകിലേക്ക് മറിഞ്ഞു വീണത്. എന്നാൽ ഇവർ 2 പേരും, ആനയും ബേക്കറും, ഒരേ സമയത്ത് തന്നെ നിലത്ത് നിന്ന് പിഴഞ്ഞെഴുന്നേൽക്കുകയും ചെയ്തു. ബേബിയുടെ 2 ബാരലുകളും ഇപ്പോൾ ഒഴിഞ്ഞു. ഇനി ബേക്കറിന് കൂടെ ഉണ്ടായിരുന്ന ആള് അടുത്ത തോക്ക് കൊടുക്കണം. എന്താണെങ്കിലും ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഹംറാൻ ട്രാക്കറാണ്. അദ്ദേഹം കറക്റ്റായിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 ബാരലുകളും വെടി ഒഴിഞ്ഞതോടെ അടുത്ത തോക്ക് ഇദ്ദേഹത്തിന് ഈ ബേക്കറിന് കൈമാറുകയും ചെയ്തു. ഇതേ സമയത്ത് വെടികൊണ്ട ആന ബേക്കറിനെയും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഈ സഹായമായിട്ട് നിൽക്കുന്ന ആളിനെയും കണ്ടു. അവൻ നേരെ എന്ത് ചെയ്തു, ഈ ശത്രുക്കളുടെ നേർക്ക് അവൻ പാഞ്ഞങ്ങ് അടുത്തു. ബേക്കറിൻ്റെ അടുത്ത വെടി കൊണ്ടില്ലെങ്കിൽ ഈ ഓടി വരുന്ന മുറിവേറ്റ ആന 2 പേരെയും ചവിട്ടിക്കൊല്ലുമെന്ന് ഉറപ്പാണ്. ഒരു ആഫ്രിക്കൻ ആന ബേക്കറിൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ബേക്കർ ഇവിടെയും തൻ്റെ സിലോൺ തന്ത്രം തന്നെ പയറ്റി. ഓടി വരുന്ന ആന തൊട്ടടുത്തെത്തുന്നവരെയും അദ്ദേഹം ഉന്നം നോക്കി നിന്നു. ഇതൊന്നും നമ്മളെ കൊണ്ട് ജീവിതത്തിൽ നടക്കുന്ന കാര്യമല്ല. ക്ലോസ് റേഞ്ചിൽ വെടിവെച്ചില്ലെങ്കിൽ ആന വീഴില്ല എന്ന് ഉറപ്പാണ്. ഇങ്ങനെ ചിഹ്നം വിളിച്ചുകൊണ്ട് ആക്രമിച്ചെടുത്ത ആന ഏതാണ്ട് അരികിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ഹെഡ് ഷോട്ടിനുള്ള അവസരം കിട്ടുകയും വിറയ്ക്കാതെ അചഞ്ചലനായിട്ട് നിന്നിരുന്ന ബേക്കർ കൃത്യമായിട്ട് മസ്തകം നോക്കി വെടിയുതിർക്കുകയും ചെയ്തു. അടുത്ത നിമിഷം മുന്നിൽ ഒരു വലിയ മലയിടിഞ്ഞ് താഴേക്ക് വീഴുന്നത് പോലെ ആ കൂറ്റൻ ആഫ്രിക്കൻ ആന അവരുടെ മുന്നിൽ തന്നെ നിലംപതിച്ചു. അപ്പോഴുണ്ടായ ശബ്ദ കോലാഹലങ്ങൾ, പൊടിപടലങ്ങൾ, ഇതിൻ്റെ ഇടയിലൂടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റ് ആനകൾ ആ ഒരു മുൾച്ചെടികൾക്കിടയിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ആന വീഴുന്നത് കണ്ടതോടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഹംറാൻ ട്രാക്കേഴ്സ് ഉച്ചത്തിൽ ആർപ്പ് വിളികൾ മുഴക്കി. നേർക്ക് നേരെ വന്ന ആനയെ ഹെഡ് ഷോട്ട് കൊണ്ട് വീഴിക്കുക എന്നത് ധീരന്മാരായിട്ടുള്ള വേട്ടക്കാർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഈ സാമുവേൽ വൈറ്റ് ബക്കർ ഒരു സായിപ്പല്ല, പകരം ഒരു അറബ് അഗാജിയൻ തന്നെയാണ് എന്നാണ് അവർ ഉറക്കെ വിളിച്ച് പറഞ്ഞത്. ഈ ഒരു സമയത്ത് വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു, സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം പുലർച്ചെ ഒട്ടകങ്ങളൊക്കെ ആയിട്ട് തിരികെ വരാം എന്ന് തീരുമാനിച്ച ശേഷം അവർ ക്യാമ്പിലേക്ക് മടങ്ങി. ബേബിയുടെ 1/4 കിലോ തൂക്കമുള്ള ആ ഒരു ഷെല്ല് ഏറ്റുവാങ്ങിയ 2ാമത്തെ ആന അധിക ദൂരം പോകാനൊന്നും വഴിയില്ല എന്ന് ഈ ബേക്കറിന് അറിയാമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ പോയിട്ട് ആ ആന വീണ് കിടക്കുന്ന സ്ഥലം തപ്പിയെടുക്കാം എന്നുള്ളൊരു കണക്ക് കൂട്ടലിലാണ് ഇവർ അന്നത്തെ ദിവസം രാത്രി അവിടെ നിന്ന് പോകുന്നത്. അന്നത്തെ രാത്രി തന്നെ ആ ഒരു പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന, തൊട്ടരികിലൊക്കെ ഉണ്ടായിരുന്ന മറ്റ് അറബ് ക്യാമ്പുകളിലെല്ലാം സാമുവേൽ വൈറ്റ് ബക്കറുടെ വെടിയേറ്റിട്ട് 2 ആനകൾ വീണിട്ടുണ്ട് എന്ന വാർത്ത പരന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ ആന കടന്നിരുന്ന ആ ഒരു സ്ഥലത്ത് മടങ്ങിയെത്തി. അപ്പോഴേക്കും അവിടെ നിറയെ ആളുകൾ വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒട്ടകങ്ങളിൽ ആനയിറച്ചി വെട്ടി മാറ്റാൻ വേണ്ടിയിട്ടാണ് അവരെത്തിയിരിക്കുന്നത്. ഇങ്ങനെ ആനകൾ വെടിയേറ്റ് വീണ് കഴിഞ്ഞാൽ മാംസം അവിടെയുള്ള ആളുകൾ വീതം വെച്ചെടുക്കും. അത് ഇന്ന ഗോത്രക്കാർ അങ്ങനെയൊന്നുമില്ല.
ആ ഏരിയ ഉള്ള എല്ലാവർക്കും അത് അവകാശമുള്ളതാണ്. എന്നാൽ കൊമ്പുകൾ വേട്ടക്കാരനെ അവർ കൈമാറുകയും ചെയ്യും. വേട്ടക്കാരൻ വരുന്നതിന് മുമ്പ് കൊമ്പുകൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന പണിയൊന്നും ആ ഭാഗത്ത് ഉണ്ടായിരുന്നതേയില്ല. ബേക്കർ ഊഹിച്ചതുപോലെ നമ്മുടെ ഈ ബേബി എന്ന് പറഞ്ഞ ആ തോക്കിൻ്റെ പ്രഹരമേറ്റ രണ്ടാമത്തെ ആന അധികം ദൂരെ അല്ലാത്ത ഒരിടത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. ജർമ്മൻകാരൻ ഫ്ലോറിയൻ ഈ രണ്ടാമത്തെ ആനയുടെ വെടിയേറ്റ ഭാഗത്തെ മുറിവ് വിശദമായിട്ട് പഠിക്കുന്ന സമയത്താണ് രസകരമായ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഇവർ ഈ ആനകളുടെ മുറിവ് കറക്റ്റായിട്ട് പഠിക്കും. കാരണം ഈ വെച്ച വെടി എങ്ങനെയാണ് കൊണ്ടത്, ഈ തോക്കിന് എന്തെങ്കിലും പോരായ്മകളുണ്ടോ, എത്രത്തോളം അകത്തേക്ക് കയറുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വേട്ടക്കാർ കറക്റ്റായിട്ട് പഠിക്കും. അതുകൊണ്ട് വെടിയേറ്റ് വീണിട്ടുള്ള മൃഗത്തിൻ്റെ മുറിവ് പരിശോധിക്കുക എന്നുള്ളത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേട്ടക്കാരെല്ലാം ചെയ്യുന്ന പണിയാണ്. അതുകൊണ്ടാണ് ഈ ഫ്ലോറിയൻ ഇദ്ദേഹം വെടിവെച്ച ആ ഒരു ബേബിയുടെ ഷോട്ട് എത്രത്തോളം ഈ 1/4 കിലോ തൂക്കമുള്ള ഈ ബുള്ളറ്റ് കയറിയിട്ട് ആനയ്ക്ക് എത്രത്തോളം പ്രഹരം ഏറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മുറിവ് ഇദ്ദേഹം പരിശോധിക്കുന്നത്. പക്ഷേ ഈ ഫ്ലോറിയൻ ഈ മുറിവ് പരിശോധിക്കുന്ന സമയത്താണ് രസകരമായ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ആനയുടെ ശരീരത്തിൽ മറ്റൊരു വെടികൊണ്ട മുറിവ് കൂടിയുണ്ട്. അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ബേക്കർ ആളുകളോട് ആ ഒരു മുറിവ് തുരന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വേറെ ഏതെങ്കിലും ബുള്ളറ്റ് വല്ല ഇരിപ്പുണ്ടോ എന്ന് നോക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അവരെ അതിശയിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ക്യുക്ക് സിൽവറും ലെഡും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഭീമൻ ബുള്ളറ്റ് കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ഈ ബുള്ളറ്റ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ ബുള്ളറ്റ് വെക്കുന്ന തോക്ക് ഉപയോഗിക്കുന്ന ഒരാൾ മാത്രമേ നിലവിൽ ഈ ഭാഗങ്ങളിലുള്ളൂ. അത് നമ്മുടെ സാമുവേൽ വൈറ്റ് ബേക്കറാണ്. അതിശയത്തോടെ നമ്മുടെ ഫ്ലോറിയൻ ഈ ഒരു ആനയെ തിരിച്ചറിഞ്ഞു. കൃത്യം 43 ദിവസങ്ങൾക്ക് മുമ്പ് വാത്തൽ നെഗൂറിലെ ചോളത്തോട്ടത്തിൽ വെച്ച് സാമുവേൽ വൈറ്റ് ബേക്കറിന്റെ വെടിയേറ്റ് ഇരുട്ടിൽ ഓടിമറിഞ്ഞ അതേ ആനയാണ് 1.5 മാസങ്ങൾക്ക് ശേഷം 45 കിലോമീറ്റർ മാറി മറ്റൊരു സ്ഥലത്ത് വെച്ച് അതേ സാമുവേൽ വൈറ്റ് ബേക്കറുടെ വെടിയേറ്റ് ചെരിഞ്ഞിരിക്കുന്നത്. സാമുവേൽ വൈറ്റ് ബേക്കറുടെ അതിശയകരമായ നൈൽ എക്സ്പെഡീഷൻ തുടരുകയാണ്.